അങ്ങനെ ഡിപ്ലോമാറ്റിക്കായി ഇനി മനുഷ്യമൃഗ സംഘർഷം എന്ന് പറയരുത്. പേപിടിച്ചിറങ്ങുന്ന കാട്ടാനയായും കടുവ കാട്ടുപോത്തായും തേറ്റ നീട്ടിയ പന്നിക്കൂട്ടങ്ങളായും കേരളത്തിന്റെ വനാതിർത്തികളിൽ മൃഗാധിപത്യമാണ്. ഏകപക്ഷീയമായ നരമേധം മനുഷ്യവേട്ട. ആ മരണത്തിന്റെ വേദനയ്ക്കപ്പുറം കീറിപ്പറഞ്ഞ ശരീരങ്ങൾ അവസാനമായെന്ന് കണ്ടാൽ ആയുഷ്കാലത്തേക്കുള്ള നീറ്റൽ, കുടുംബങ്ങളെ അനാഥമാക്കുന്ന ആ കാട്ടുകൊല പട്ടികയിൽ ആരോരുമില്ലാത്ത മനുഷ്യരുടെ ചോര കാണാത്ത കഴിവുകെട്ട ഭരണകൂടങ്ങളുടെ കൂർക്കം വലിച്ചുറക്കത്തിൽ ഇന്ന് കൊല്ലപ്പെട്ട രാധ അവസാന പേരുകാരിയാവില്ല എന്നെന്താണ് ഉറപ്പ്? ആ ശരീരം ഇന്ന് രാവിലെ കണ്ടൊരു നാട്ടുകാരൻ കണ്ട കാഴ്ച പറയാനാവാത്തൊരു ഏങ്ങലാണ്. വേർപെട്ട് കിടപ്പാണ് ശരീരവും തലയും. ഒരു മനുഷ്യ ശരീരം എത്രമാത്രം പിച്ച് കീറി പിഞ്ഞിപ്പറിക്കാമോ അത്രയും വികൃതമാക്കിയത് വാരിക്കൂട്ടിയതാണ്. അങ്ങനെ നാനാവിധമായി കൂടപ്പിറപ്പുകൾ ചോരയിൽ കുളിച്ച മുടിഞ്ഞ കാഴ്ചകൾ മലയോരത്തിന് പുതിയതാണോ? ഇടത്തെ തുടയും തലയുടെ പിൻഭാഗവും തലച്ചോറും കൊണ്ടുപോയൊരു കാലൻ കടുവ വാഗേരിയിലെ പ്രതീക്ഷിച്ച വീട്ടുകാർക്ക് ബാക്കിയിട്ട് പോയത് സംസ്കരിക്കാൻ അസ്ഥികൂടമാണ്. വർഷം ഒന്നേ ആയുള്ളൂ. അങ്ങേയറ്റം പാവപ്പെട്ട മനുഷ്യരുടെ ചോര കനച്ച ഈ 12 മാസങ്ങളിൽ അവലോകന യോഗം, മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ ഉടായ്പ പറയുന്നതല്ലാതെ കാട്ടുബലിത്തറകളിലെ ഈ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ വനം വകുപ്പ് ഇച്ഛാശക്തിയോടെ ചെയ്ത ഒരൊറ്റ കാര്യം ചൂണ്ടിക്കാണിക്കാമോ സർക്കാർ? പ്രാണഭയത്തിൽ രോഷപ്പെടുന്ന സാധു മനുഷ്യരെ തൽക്കാലം അടക്കാൻ ഇന്നും കേട്ടു പ്രഖ്യാപനങ്ങൾ. വെടിവെക്കാൻ ഉത്തരവ്, 10 ലക്ഷം നഷ്ടപരിഹാരം. അങ്ങനെ അകാലത്തിൽ ആവർത്തനത്തിൽ മനുഷ്യർ ചിതറിപ്പോയിട്ട് വന്ന് ഗഡുക്കളായി ജീവന്റെ വിലയിടാൻ മാത്രം ഒരു സർക്കാർ എന്തിനാണ്? ആനക്കാര്യമാണ് വെടിവെക്കാൻ ഉത്തരവ്. അതിറങ്ങിയ ഉടനെ ആ നരഭോജിക്കടുവ നെഞ്ചും വിരിച്ചു എന്ന് പറയണം, വെടിവെക്കണം സാർ. അല്ലെങ്കിൽ അമരക്കുരിയിൽ ഒരു കടുവയ്ക്ക് പിന്നാൽ RRT സംഘം തോക്കും തൂക്കി തേരാപ്പാര നടന്ന ഒന്നല്ല 10 നാളാണ്. കാട്ടാന മുതൽ കാട്ടുപന്നി വരെ സകലമാന ജന്തുക്കളും കാട് വിട്ടിറങ്ങി അതിർത്തി ജീവിതം നരകസമാനമാക്കുമ്പോൾ ഏതോ അരാഷ്ട്രീയ സംഘം കാട്ടിൽ കയറി ഈ മൃഗങ്ങളെ ആക്രമിച്ച് നാട്ടിലേക്ക് ഇറക്കി വിടലാണെന്നും അതാണ് പ്രശ്നമെന്നും ലജ്ജയില്ലാതെ പറയലാണ്. ഇതാ ഇന്നലെ നിയമസഭയിൽ നാടിന്റെ വനമന്ത്രി അങ്ങനെ ഒരു സംഘം കാട്ടിൽ കയറി മേലാണെങ്കിൽ വനമന്ത്രി താങ്കൾ ആ കസേരയ്ക്ക് ഒരു ഭാരമാണ്. അജ്ഞാതരായ സംഘം കാരണമാണ് കാട്ടിൽ നിന്ന് മനുഷ്യവേട്ടയ്ക്കുള്ള ഈ കൂട്ടിറക്കമെങ്കിൽ ശമ്പളം കൊടുത്തു പോറ്റുന്ന ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കഴിവുകെട്ട കൂട്ടമെന്നാണോ മന്ത്രിയുടെ പുത്തൻ നിയമസഭാ തിയറി? ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഇമാതിരി വെളിവുകേട് പറയാതെ ഇരിക്കാൻ ദയവുണ്ടാകണേ മന്ത്രി സാറേ. രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ വൈകുന്നേരം വരാനൊന്ന് വൈകിയാൽ കാട്ടാനയ്ക്ക് മുന്നിലാണോ കാട്ടുപന്നിത്തേറ്റയിൽ പെട്ടുപോയോ എന്ന് വേദനിക്കുന്ന മലയോര മാതാക്കളുടെ വേദനയ്ക്ക് മുന്നിൽ നിസ്സംഗമായിരിക്കട്ടെ ഇനിയും ചെവി കേൾക്കാത്ത ഭരണകൂടങ്ങൾ. കാപ്പിത്തോട്ടത്തിൽ ഒരു സാധു സ്ത്രീയെ വലിച്ചുകൊണ്ടുപോയി നരഭോജിക്കടുവയേക്കാൾ ഭീകരമാണ് ഒന്നും ചെയ്യാത്ത ഈ ഭരണകൂടങ്ങളുടെ മുടിഞ്ഞ ഉറക്കം. പഞ്ചാരക്കൊല്ലിയിലെ പ്രാണനഷ്ടം അനാസ്ഥയുടെ രക്തസാക്ഷി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ എസ് കെ സജീഷ്, ശ്രീ ടി സിദ്ദീഖ്, ശ്രീ PV അൻവർ, ശ്രീ അലക്സ് ഒഴികയിൽ ഏഞ്ചൽസ് നായർ, ആനിമൽ ലീഗൽ ഫോഴ്സിന്റെ പ്രതിനിധി ശ്രീ ഷാനവാസ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ഷാനവാസിലേക്ക് തന്നെ പോകുന്നു. ഷാനവാസ്, ഇന്ന് സംഭവം ഉണ്ടായതിനു ശേഷം മന്ത്രിമാരൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. 10 ലക്ഷം നഷ്ടപരിഹാരം പതിവ് പോലെ പ്രഖ്യാപിക്കുന്നുണ്ട്. 5 ലക്ഷം ആദ്യം കൊടുത്തിട്ടുണ്ട്. വെടിവെക്കാൻ ഉത്തരവുണ്ട്. വെടിവെക്കാൻ ഇപ്പോൾ ഏതോ സംഘമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ പേടി മാറിയോ? ഭീതി മാറിയോ? രോഷം മാറിയോ? ഷാനവാസ്, നമസ്കാരം. നാട്ടുകാരുടെ പേടി ഒരിക്കലും മാറൂല. കാരണം അത്ര വലിയൊരു ഷോക്കിലാണ് നാട്ടുകാർ ഇപ്പോഴും ഉള്ളത്. പിന്നെ ഇവർ മന്ത്രിമാരും മറ്റുദ്യോഗസ്ഥരെല്ലാം വന്നിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പോവല്ലാണ്ട് ഇപ്പോഴും അതൊരു വ്യക്തമല്ല. അങ്ങനെ ഇന്നിപ്പോൾ ഈ ഇൻസിഡൻറ്റ് നടന്നിട്ട് പിന്നെ ബോഡി ഇവിടെ പിടിച്ചു വെച്ചു. പിന്നെ ഇതിന് വ്യക്തമായൊരു തീരുമാനം എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അതിശക്തമായ രൂക്ഷം ജനങ്ങളിൽ നിന്നുണ്ടായപ്പോഴാണ് ഇതിന് വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനം വന്നത്. അതുവരെ മന്ത്രി സംസാരിച്ച് 10 മിനിറ്റ് ചർച്ച ചെയ്ത് വരാമെന്ന് പറഞ്ഞു വന്നിട്ട് അവർ പറഞ്ഞത് അതിനെ പിടിച്ച് മാറ്റാനുള്ളൊരിതേ പിന്നെ നിലവിലായിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ ജനങ്ങളുടെ അതിശക്തമായ ഇടപെടൽ കൊണ്ടാണ് അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു തീരുമാനം. അത് ചെയ്യോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. ശ്രമിച്ചത് ഷാനവാസ് ഉത്തരവിൽ പറഞ്ഞതിനെ കൂട്ടിലാക്കാനല്ലേ? കൂട്ടിലാക്കിയ കടുവ നരഭോജി കടുവയാണെന്ന് ഉറപ്പിക്കണം. എങ്ങനെയാണ് ഉറപ്പിക്കാൻ പറ്റുക? ഇത് ഈ രാധയെ കൊന്ന കടുവയാണെന്ന് ഉറപ്പിക്കണം. അങ്ങനെ പല ഉറപ്പ് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കേട്ടോ വെടിവെക്കലൊക്കെ. അതൊരു എന്താണ് കണ്ടപാടേയും വെടിവെക്കൽ എന്ന് വിചാരിക്കല്ലേ ഷാനവാസ്? എന്നാലും അവര് ഇവിടെ ഇല്ലില്ല പറഞ്ഞു വെച്ചത് എന്താന്ന് വെച്ചാൽ അതിനെ നമ്മൾ കണ്ട ഉടനെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇവിടുന്ന് ബോഡി എടുത്തുകൊണ്ട് പോയത്. ആ ഒരു ഉറപ്പ് നൽകിയിട്ടാണ് ജനങ്ങൾ അതിന് സമ്മതിച്ചത്. അത്രയും രൂക്ഷമായിരുന്നു ഇവിടെ. കാരണം ഞാൻ ഡയറക്റ്റ് പോയി കണ്ട ആളാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് നമുക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് പിന്നെ DFOയിലൊക്കെ പോയി പലതവണ പരാതി കൊടുത്തതാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പോയിട്ടുണ്ട്. പിന്നെ ഈ നാട്ടിലാണെങ്കിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നതാണ്. ജനവാസ മേഖലയാണ്. അതുപോലെ ഫോറസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ പറയുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, എല്ലാത്തിനും സംരക്ഷണം വേണം. കൂടുതലായിട്ട് മനുഷ്യരെ സംരക്ഷിക്കണം. അതാണ് നിലവിലുള്ളത്, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? മനുഷ്യജീവനേക്കാൾ വലുതല്ലല്ലോ കടുവയും മറ്റൊന്നും. ഞാൻ അലക്സ് ഒഴികയിൽ
അത് ഇവിടെ വെടിവെക്കാൻ നിർബന്ധമായിട്ട് ഉത്തരവെന്നാണ് അവര് പറയുന്നത്. ചെയ്തേ പറ്റൂ. അതിന് ഇവിടെ 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 കണ്ട ഉടൻ വെടിവെക്കാൻ ഉത്തരവെന്നാണ് പറയുന്നത്. അമരക്കുനിയിൽ ഒരു കടുവയ്ക്ക് പിന്നാലെ 10 ദിവസം നടന്നു കേട്ടോ നമ്മുടെ സംഘം. 10 ദിവസം നടന്നിട്ട് അങ്ങനെ 10 ദിവസം നടക്കുമ്പോൾ ഓരോരോ രാത്രികളിൽ ഈ കടുവയ്ക്ക് വിശക്കുമ്പോൾ അത് തരം പോലെ ഇറങ്ങി ഓരോരോ ആടിനെ പിടിച്ചു തിന്നിട്ട് ബാക്കി ഇട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ വെടിവെക്കാനുള്ള ഉത്തരവ് പെട്ടെന്ന് നടക്കും എന്ന് കരുതണോ? അല്ലെങ്കിൽ ഈ കടുവയ്ക്ക് കാശ്മീർ തട്ടിപ്പാണ്. അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ മന്ത്രി ശ്രീ ഒ.ആർ. കേളു പറഞ്ഞതും അതിനുശേഷം DFO മാർട്ടിൻ ലോവൽ പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മന്ത്രി പറഞ്ഞത് വെടിവെക്കാൻ ഉത്തരവിട്ടു എന്ന് പറഞ്ഞിട്ടാണ് ആളുകളുടെ കൈയും കാലും പിടിച്ച് ബോഡി എടുക്കാൻ സമ്മതിച്ചത്. പക്ഷെ അതിനുശേഷം ശ്രീ മാർട്ടിൻ ലോവൽ എന്ന DFO വന്നിട്ട് പറഞ്ഞു, വെടിവെക്കാനുള്ള ഉത്തരവല്ല, ഞങ്ങൾ മയക്കുവെടി ആദ്യം കൂടുവെക്കാൻ ശ്രമിക്കും, അതിനുശേഷം ഞങ്ങൾ മയക്കുവെടി വെക്കാൻ ശ്രമിക്കും, അത് നടന്നില്ലെങ്കിൽ മാത്രം വെടിവെക്കുന്നതിനെ പറ്റി ആലോചിക്കും, വെടിവെച്ച് കൊല്ലുന്നതിനെ പറ്റി ആലോചിക്കുമെന്നാണ് മാർട്ടിൻ ലോവൽ എന്ന DFO പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നാട്ടുകാർ ആര് പറഞ്ഞത് വിശ്വസിക്കണം? മന്ത്രി പറയുന്നത് വിശ്വസിക്കണോ, DFO പറഞ്ഞത് വിശ്വസിക്കണോ? മന്ത്രിയുടെ മുകളിലാണോ DFO? ഏതായാലും സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് സജീഷ് ഈ ചർച്ചയിലുണ്ട്. അദ്ദേഹം പറയുമായിരിക്കും ജനം ആരെ വിശ്വസിക്കണം എന്ന കാര്യം സജീഷ് പറയണം എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഉത്തരവുകൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എന്റെ നാട്ടില് കോഴിക്കോട് ജില്ലയിലെ കക്കയത്ത് അവറാച്ചൻ എന്ന ആളെ കാട്ടുപോത്ത് കുത്തിക്കൊന്നപ്പോ കോഴിക്കോട് ജില്ലാ കളക്ടറുമായിട്ടുള്ള മധ്യസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇതേ ഉത്തരവ് വന്നതാണ്. 1 വർഷം കഴിഞ്ഞു. ആ കാട്ടുപോത്ത് ഇപ്പോഴും കക്കയത്തോട് നടന്ന ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ കണമലയിൽ കോട്ടയത്ത് കാട്ടുപോത്ത് ഒരു ദിവസം 2 പേരെ കൊന്ന കേസിൽ ഇതേ ഉത്തരവ് വന്നതാ. ആ ഉത്തരവ് നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത് തൽക്കാലത്തേക്ക് ജനരോഷം തണുപ്പിക്കാനായിട്ട് ആളുകളെ കണ്ണിൽ പൊട്ടിയിട്ടായിട്ടുള്ള ഉത്തരവാണ്. ഇതല്ല വേണ്ടത്. ജനങ്ങളുടെ ഇത് കടുവ ഇപ്പൊ ശ്രീ മന്ത്രി ഒ.ആർ. കേളു പറയുന്നത് കേട്ടു, ദേശീയ മൃഗമല്ലേ കടുവ. ശരിയാണ്, ദേശീയ മൃഗമാണ്. പക്ഷെ ദേശീയ മൃഗത്തിന്റെ മുകളിലാണ് പൗരൻ, താഴെയല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം ആർജവവും അറിവും നമ്മുടെ മന്ത്രിമാർക്ക് ഇല്ലാത്തതിന്റെ പ്രശ്നം ഞാൻ പറയും. പൗരന്റെ മുകളിലല്ല കടുവയുടെ ജീവൻ. അത് ദേശീയ മൃഗമായാലും ശരി, ഏത് മൃഗമായാലും ശരി, അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം നമ്മുടെ ഭരണാധികാരികൾക്ക്. അതില്ല എന്നുള്ളതിന്റെ പ്രശ്നമാണ്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആ കടുവ വെടിവെക്കുമെന്ന് ആരും കരുതണ്ട. അല്ല അലക്സ് ഒഴികയിൽ ഇന്നലെ ഒറ്റ മിനിറ്റ്, ഇന്നലെ നമ്മുടെ വനമന്ത്രി സഭയിൽ പറഞ്ഞ പെട്ടെന്ന് പ്ലേ ആവോ? അതെ, നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷം ഒരു കാലം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതണം. അത് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ കാലത്തേക്കൊന്നും കഴിയില്ല. എന്താ സാർ, ഒരു വശത്ത് ഒരേ കൂട്ടർ പോയി പ്രതിഷേധം ഇളക്കി വിടുക, കാട്ടിൽ ചെന്ന് കാട്ടാനകളെയും സിംഹത്തെയും കരടിയെയും പുലിയെയും ആക്രമിച്ച് പരിക്കുകളോടെയാണ് ഇപ്പോൾ എല്ലാവരും പുറത്തു വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? പരിക്കുകളോടെ. ആരുണ്ടാക്കുന്നതാണ്? ആരാ? നിങ്ങളാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാ, നിങ്ങളെന്തിനാ ദേഷ്യപ്പെടുന്നത്? ശരി അക്സൊഴികയിൽ ഇത് കാടുകളിൽ കാട്ടുമൃഗങ്ങൾ പെരുകുന്നൊന്നുമല്ല കേട്ടോ. മന്ത്രി പറയുന്നത് ഏതോ സംഘം കാട്ടിലേക്ക് ഇരച്ചു കയറുന്നു, അവിടെ ബോധപൂർവം ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു, അതിനെ മുറിവേൽപ്പിക്കുന്നു. അങ്ങനെ അവിടെ നാട്ടിൽ നീ പറഞ്ഞ ഗൂഢസംഘം കാട്ടിൽ കയറി ഉപദ്രവിച്ചാൽ പിന്നെ മൃഗങ്ങൾ എന്ത് ചെയ്യും? നാട്ടിലേക്ക് ഇറങ്ങും, മനുഷ്യരെ ആക്രമിക്കും. സംഘം ഏതാണ് അലക്സ് ഒഴികയിൽ? അതെ, നമ്മുടെ വനമന്ത്രി കസരയിൽ ഒരു നിമിഷം പോലും ഇരിക്കാൻ അർഹതയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇങ്ങനെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സംഘടന, രാഷ്ട്രീയമോ അരാഷ്ട്രീയമോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളുകൾ കയറി വനത്തിൽ കയറി വന്യമൃഗങ്ങളെ ഉപദ്രവിച്ച് പുറത്തേക്ക് ഇറക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു വനം മന്ത്രി വനംവകുപ്പും? 1-2 പേരല്ലോ, 7500 ഉദ്യോഗസ്ഥരല്ലേ കേരളത്തിൽ വനംവകുപ്പിലുള്ളത്. DFOമാർ തന്നെ ഉണ്ടല്ലോ, CCF റാങ്കിന് മുകളിലുള്ള ആൾക്കാരുണ്ടല്ലോ 150ഓളം ആളുകൾ. കർണാടകയിൽ കേരളത്തിന്റെ 4 ഇരട്ടി വനമുണ്ട്. അവിടെ 7200 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരേ ഉള്ളൂ. കേരളത്തിൽ 7500 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്. എന്താ ഇവരുടെ പണി? ഞാൻ ഇന്നലെ വനമന്ത്രിക്ക് മറുപടി കൊടുത്തിരുന്നു. നിയമസഭയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ഉന്നയിച്ച ആരോപണമാണ്. അങ്ങനെ ഒരു സംഗതി കേരളത്തിലുണ്ടെങ്കിൽ ഉണ്ടാവണം. അല്ല, ആലോചിച്ച് നോക്കൂ, ഏതോ സംഘം കാട്ടിൽ കയറി വന്യമൃഗങ്ങളെ കുത്തി ഇളക്കി വിട്ട് നാട്ടിൽ വന്നത് മനുഷ്യരെ കൊന്നു തിന്നുന്നുവെങ്കിൽ അത് അതിഭീകരമല്ലേ? ആ സംഘം ഏതാണ്ട് മന്ത്രി സഭയിൽ പറയുന്നതല്ലേ? ആ സംഘം ഏതാണ്ട് മന്ത്രി പറയണം. SK സതീഷ് അറിയാമെങ്കിൽ SK സതീഷ് ആ സംഘം എന്ന് പറഞ്ഞോട്ടെ. SK സതീഷ്, ഇവിടെ ഈ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് സർക്കാരിന് എന്തെങ്കിലും ഔദാര്യമല്ല, അത് ഗൈഡ് ലൈൻ പ്രകാരം കൊടുക്കേണ്ട നഷ്ടപരിഹാരമാണ്. ഇന്നിപ്പോൾ മന്ത്രി പറയുകയാണ് 10 ലക്ഷം അല്ലാതെ 11 ലക്ഷം ആക്കുന്നു. SC/ST വിഭാഗത്തിൽപ്പെട്ടവർ മരിച്ചാൽ 11 ലക്ഷം എന്ന് പറയുന്നത് കേന്ദ്ര ഗൈഡ് ലൈനാണ്, ഏതെങ്കിലും തരത്തിൽ ഔദാര്യമല്ല. വെടിവെക്കാൻ ഉത്തരവ് ആർക്കും ചെയ്യാവുന്നതാണ്. വെടിവെക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനപ്പുറം കാട്ടാനയായും കാട്ടുപോത്തായും പന്നിക്കൂട്ടങ്ങളായും മനുഷ്യരെ മലയോര മേഖലകളിൽ ഈ കാട്ടുമൃഗങ്ങൾ കൊന്നൊടുക്കുമ്പോൾ ശാശ്വത പരിഹാരത്തിനായി നമുക്കൊന്നും ചെയ്യാനില്ലേ? SK സതീഷ്, ഈ വിഷയത്തിനകത്ത് ശാശ്വതമായതും പ്രായോഗികമായതും കൂട്ടായതുമായിട്ടുള്ള പരിഹാരം തന്നെയാണ് വേണ്ടത്. കുറേയേറെ കാര്യങ്ങൾ ഹാഷ്മിയുടെ ഇൻട്രോ ഉൾപ്പെടെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഭയന്നു പോകുന്ന നിലയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്.
ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഫോറസ്റ്റ് നിയമം 1972 ഫോറസ്റ്റ് നിയമം അനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അവകാശമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിയമത്തിനകത്ത് ആവശ്യമായ ഭേദഗതി വരുത്തണം. എന്നാൽ മാത്രമേ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയൂ എന്ന് കേരളത്തിൻ്റെ നിയമസഭ ഏകകണ്ഠമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 14/2/2024 നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. നിരവധി തവണ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്. അതുപോലെ തന്നെ നിയമസഭ സബ്ജക്റ്റ് കമ്മിറ്റി 2024 ഈ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പ്രത്യേകമായിട്ടുള്ള നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ഇത്തരം നിവേദനങ്ങളെല്ലാം സമർപ്പിക്കുമ്പോഴും അതിൽ മാറ്റം വരുത്തുന്നതിന് പകരം കൂടുതൽ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. അതിലിപ്പോൾ പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്ന് നിരവധി തവണ കേരളത്തിലെ നിയമസഭ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ കാണേണ്ടത് ഷെഡ്യൂൾ 1, 2, 3, 4, 5 പെടുന്ന ജീവികളെയാണ് കൊന്നാൽ കുഴപ്പമില്ലാത്തത്. പക്ഷേ ഷെഡ്യൂൾ 5 തന്നെ ഇപ്പോൾ ഒഴിവാക്കി കളയുന്ന നിലയിലേക്കാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ഷെഡ്യൂൾ 5 പെടുന്ന മൃഗങ്ങളെ കൊന്നാൽ പോലും, ജീവികളെ കൊന്നാൽ പോലും പ്രശ്നമാകുന്ന നിലയിലേക്ക് മാറുന്നു. മാത്രവുമല്ല, കുരങ്ങുൾപ്പെടെയുള്ള ജീവികൾ ഷെഡ്യൂൾ 1 വരികയാണ്. അതായത് കടുവയും ആനയും ഒക്കെ ഉൾപ്പെടെയുള്ള ജീവികൾ കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ അത് ചത്താൽ എങ്ങനെയാണോ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ട, അതുപോലെ കുരങ്ങിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ഷെഡ്യൂൾ 1 വന്നിരിക്കുന്നു എന്നതുൾപ്പെടെ കാണേണ്ടതുണ്ട്. ഇവിടെ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്നത് കൂട്ടായി തന്നെ ആലോചിച്ചും കൂട്ടായി തന്നെ പരിശ്രമിച്ചും പരിഹരിക്കേണ്ട വിഷയമാണ്. ആളുകളിൽ ആദി ഉണ്ടാക്കുക, ഭീതി ഉണ്ടാക്കുക, ആരെങ്കിലും 23 ജനുവരിയാണെന്ന് ഓർമ്മ. പുതുശ്ശേരി വെള്ളാരംകുന്ന് പള്ളിപ്പുറത്ത് തോമസ് എന്നൊരു കർഷകർ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അന്ന് നമ്മൾ സർവകക്ഷി യോഗം ചേർന്നു. അന്ന് പരിഹാരമാർഗം തേടി, എന്തൊക്കെയോ മാസ്റ്റർ പ്ലാൻ നമ്മൾ തയ്യാറാക്കി. എന്തൊക്കെയോ താങ്കൾ പറഞ്ഞ പോലെ കൂട്ടായിരുന്ന വലിയ ആലോചനയിൽ എന്തൊക്കെയോ എത്രയൊക്കെ ഇന്ന പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സർക്കാരിന് മാർച്ചിൽ സമർപ്പിച്ചതാണ് എന്നാണ് എൻ്റെ അറിവ്. എസ് കെ സതീഷ്, ആ മാസ്റ്റർ പ്ലാനെ പറ്റി സതീഷിന് എന്തെങ്കിലും അറിവുണ്ടോ? അതിനുശേഷം ആ മാസ്റ്റർ പ്ലാനിൽ ചെയ്ത എന്തെങ്കിലും ഒരു നടപടി അങ്ങേക്ക് അറിവുണ്ടോ? മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയേണ്ടതാണ്. ഞാൻ പറയട്ടെ. ഈ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് തയ്യാറാക്കപ്പെട്ട മാസ്റ്റർ പ്ലാൻ അത് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ സമർപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഇതുവരെ ആ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് 628 കോടി രൂപയുടെ പാക്കേജ് ഉണ്ട്. ആ പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കുകയോ അത് പരിഗണിക്കുകയോ ചെയ്യുന്ന സമീപനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നതുകൂടി നാം കാണേണ്ടതുണ്ട്. കാര്യങ്ങൾ കൂടി എല്ലാം കൊണ്ട് കേന്ദ്രത്തിലേക്ക് വെക്കല്ലേ? ആ മാസ്റ്റർ പ്ലാൻ 6 ഭാഗങ്ങളാണ്. അല്ല, ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞുതരാം. ആ മാസ്റ്റർ പ്ലാൻ എല്ലാം കൊണ്ട് കേന്ദ്രത്തിലേക്ക് വെക്കല്ലേ? ഇല്ല, ഞാൻ പറയുന്നത് ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ കാട്ടിൽ കളയേണ്ട സമയം ഞാൻ യോജിക്കുന്നു. ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഈ അതിർത്തികളിൽ മനുഷ്യരെ കാട്ടുമൃഗങ്ങൾ കൂട്ടത്തോടെ വേട്ടയാടി കൊല്ലുമ്പോൾ സർക്കാർ ചെയ്യാൻ കഴിയുന്ന ചെയ്യുന്നുണ്ടോ? സതീഷ്, 6 ഭാഗങ്ങളായി പറഞ്ഞ മാസ്റ്റർ പ്ലാനിൽ എന്താണ്? അതിൽ വനം വകുപ്പിന്റെ സംവിധാനങ്ങളുടെ പോരായ്മകൾ, ജില്ലയിൽ ഓരോയിടത്തും അഭിവൃദ്ധി പ്രശ്നങ്ങളുടെ സ്വഭാവം, ഏത് രീതിയിൽ പരിഹരിക്കാൻ കഴിയുമെന്ന കാര്യങ്ങൾ, ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. കേന്ദ്ര സഹായം തൽക്കാലം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു സ്റ്റെപ്പ് ചെയ്ത് പറയാമോ സതീഷ്? എല്ലാം കേന്ദ്രത്തിലേക്ക് വെക്കാതെ. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊല്ലപ്പെടുന്നതിനപ്പുറത്തേക്ക് അവരുടെ കൃഷി നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവിയായി നിൽക്കുന്നത് പന്നിയാണ്. പന്നിയുടെ ശല്യമാണ്. പന്നി ആളുകളെ കൊല്ലുന്ന പ്രശ്നവും വരുന്നുണ്ട്. ഈ പന്നിയുടെ ഉപദ്രവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ചുമതല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകിയത്. മറ്റൊരു സംസ്ഥാനത്ത് 1972 ഈ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ പറയട്ടെ അവിടെ കൊടുത്തത് മറ്റ് ഇവിടെ ആദ്യമായി കൊടുത്തത് കേരളത്തിലെ സർക്കാരാണ്. നിങ്ങൾ തർക്കിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തർക്കിക്കാം, അതിനൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്കത് തെളിയിക്കുകയോ തർക്കിക്കുകയോ ചെയ്യാം. നാട്ടിൽ ഇറങ്ങി ആക്രമിക്കുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള ഇത്തരത്തിലുള്ളൊരു നിലപാട് ലൈസൻസ് ഉള്ള ആളുകൾക്ക് കാട്ടുപന്നികളെ കൊല്ലാനുള്ള നിലപാട് കേരളത്തിൽ സ്വീകരിക്കപ്പെട്ടു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടോ? ഇന്ത്യയിലെ കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ടൈഗറിൻ്റെ അക്രമം പരിശോധിച്ചാൽ ഇന്ത്യയിലെ ആവറേജ് ഒരു വർഷത്തെ ടൈഗർ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം 56 അതിൽ കൂടുതൽ കേരളമല്ല. 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും 2ാം സ്ഥാനത്ത് UP യും 3ാം സ്ഥാനത്ത് വെസ്റ്റ് ബംഗാളും ഉൾപ്പെടെയാണ്.
ഈ 3 സംസ്ഥാനങ്ങളിലാണ് 75% ആളുകളും ടൈഗറിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. 621 ആളുകളാണ് 2014 മുതൽ 2024 വരെ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടത്. ഈ നിലയിലേക്ക് കേരളത്തിലില്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. എന്നാൽ കേരളത്തിലെ പ്രശ്നത്തെ ഗൗരവമായി നമ്മൾ കാണേണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. രാജ്യത്ത് ഈ നിയമം നിലനിൽക്കുന്ന ഈ കേന്ദ്ര നിയമത്തിൽ താങ്കൾ പറഞ്ഞു ഞാൻ യോജിക്കുന്നു. പറയട്ടെ നമുക്ക് വേദനയുടെ സങ്കടത്തിന്റെ ഈ രാത്രി നമുക്ക് കണക്ക് പറഞ്ഞിരിക്കണം. ആഷ്മി, നമുക്ക് വേദനയുടെ സങ്കടത്തിന്റെ ഈ രാത്രി ആഴ്ചയിൽ ഒന്നോണം കാട്ടാന ചവിട്ടി തേച്ച് കളയുന്ന മനുഷ്യരുടെ ചോര കാണുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് കേരളത്തിലാണ് ഏറ്റവും കുറവ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കണോ എസ് കെ സജീഷ്? അത് വിവേകമാണോ? താങ്കൾ തന്നെ ആലോചിച്ച് കണക്ക് പറയൂ. അത് വിവേകമാണെങ്കിൽ അല്ല ഹാഷ്മി, ഞാൻ വിവേകം അവിവേകം പറയാനിരിക്കുന്നയാളല്ല. നല്ല വിവേകത്തോടു കൂടിയാണ്. വിവേകത്തോടു കൂടി നടക്കുന്ന ചർച്ചയിലല്ലേ നമുക്ക് വിവേകത്തോടു കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റൂ. നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? എനിക്കത് കേട്ടിട്ട് അത്ഭുതം തോന്നി. നിങ്ങളൊരു ഇൻട്രോ ഇങ്ങനെ തയ്യാറാക്കി വെക്കുക, അതിൽ എത്രമേൽ ആരെയും ആക്രമിക്കാൻ എന്ത് ഭാഷയും പ്രയോഗിക്കാം. വാക്കുകൾക്ക് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ആ അർത്ഥത്തെക്കുറിച്ചും അത് ആരിലാണ് ചെന്ന് പതിക്കുന്നതെന്നും എന്താണ് അതിന്റെ മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന അഭിപ്രായം എന്ത് എന്നെല്ലാം സ്വയം പരിശോധിക്കുക. അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ രാജ്യത്ത് 517 ആള് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ ഒറ്റ കാര്യം ചൂണ്ടിക്കാണിക്കൂ. ഒരു കാര്യം ഞാൻ താങ്കളോട് തർക്കിക്കാനില്ല ആഷ്മി. എന്റെ ഉദ്ദേശം അതല്ല. താങ്കളോട് തർക്കിച്ച് സമയം കളയാൻ ഉദ്ദേശിച്ചു വന്നിരിക്കുകയല്ല ഞാൻ. അതിനെനിക്കിട്ട് സമയവുമില്ല. താങ്കൾക്ക് എന്തു പ്രയോഗിക്കാം, അതിനുള്ള അധികാരം ഈ ചാനലിനകത്ത് ആഷ്മിക്കുണ്ട്. അത് ആഷ്മി ചെയ്തോളൂ. പക്ഷേ ഒന്ന്, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ നിയമം ഇപ്പോഴും അതികർശനമായി ഇതെല്ലാം ചെയ്യണമെന്ന് പറയുമ്പോഴും നമ്മുടെ രാജ്യത്ത് ആവറേജ് എലിഫന്റ് ആക്രമണത്തിൽ 517 പേരും ആവറേജ് 56 പേർ കടുവ ആക്രമണത്തിലും കൊല്ലപ്പെടുന്നുണ്ട്. അതിൽ കേരളം കുറവാണ് എന്നതൊരു വസ്തുതയാണ്. ആ വസ്തുത നിലനിൽക്കെ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങളിലേക്കാണ് നാം പോകേണ്ടത്. അങ്ങനെ പോകുന്ന സമയത്ത് നാം കാണേണ്ടത് ഇവിടെ അല്ല ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ ആഷ്മി. ഇവിടെ ഒരു ചില 1-2 പോയിന്റുകൾ കൂടി പറഞ്ഞ് അവതരിപ്പിക്കേണ്ടതുണ്ട്. അത് ചർച്ചയുടെ ഒരു മര്യാദയുടെ ഭാഗമായിട്ടാണ്. ഒന്ന്, ഈ കേന്ദ്ര നിയമത്തിന്റെ വകുപ്പ് 11, ആ വകുപ്പ് ഒഴിവാക്കാൻ പറ്റാത്ത കാരണമുണ്ടെങ്കിൽ മാത്രമേ ഒരു മൃഗത്തെ, ഷെഡ്യൂൾ 1-ൽപ്പെട്ട മൃഗത്തെ കൊല്ലാൻ വേണ്ടി പറ്റൂ. ജില്ലാ കലക്ടർക്ക് പോലും അതിൽ ഇടപെടാൻ വേണ്ടി കഴിയില്ല. 19/2/24 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു കടുവ ഇറങ്ങിക്കഴിഞ്ഞാൽ 6 അംഗ സമിതി രൂപീകരിക്കണം, കമ്മിറ്റി രൂപീകരിക്കണം എന്നതാണ് നിയമം. അതിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും അതുപോലെ തന്നെ NTCAയുടെ പ്രതിനിധിയും ഒരു NGO പ്രതിനിധിയും പഞ്ചായത്തിന്റെ പ്രതിനിധിയും DFO ഉൾപ്പെടെയുള്ള കമ്മിറ്റി, ആ കമ്മിറ്റി പരിശോധിച്ച് എന്തെല്ലാമാണ് അവിടെ ക്യാമറ സ്ഥാപിക്കണം, ഇത് വരുത്തിയ പരിക്കിനെ കുറിച്ച് പരിശോധിക്കണം, ഒക്കെ ഉണ്ട്. ഇപ്പൊ 13 പേരെ 2018 നവംബറിൽ 13 പേരെ മഹാരാഷ്ട്രയിൽ കൊലപ്പെടുത്തിയ പണ്ടൻഗൗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് 13 മനുഷ്യരെ കൊലപ്പെടുത്തിയ അവനി എന്ന് പറയുന്ന പെൺകടുവയെ ഷൂട്ടഡ് സൈറ്റിന് ഓർഡർ കൊടുത്തു ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. ഇപ്പോഴും കേസ് നടക്കുകയാണ്. 60% മനുഷ്യനെ ഭക്ഷിച്ചു എന്ന് തെളിവ് വെച്ചിട്ടാണ് ഷൂട്ടഡ് സൈറ്റ് ഓർഡർ കൊടുത്തത്. ഇപ്പോഴും ബോംബെ എന്തുകൊണ്ട് വെടിവെച്ച് കൊല്ലാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. ശരി, ഞാൻ അങ്ങനെ സജീഷ് കുറച്ചുകൂടി വിശദമായി പോകണം, ആവശ്യത്തിൽ പോകണം. ഞാൻ അങ്ങനെ കോടതി ഇപ്പോഴും ആവശ്യപ്പെടുന്നത് നരഭോജിയാണ് എന്ന് തെളിയിക്കുമെന്നാണ്. അതാണ് പ്രശ്നം. പ്രാകൃതമായ ഒരു നിയമം നിലനിൽക്കുമ്പോൾ ആ നിയമത്തിനെതിരായി കൂട്ടായി അണിനിരക്കാൻ വേണ്ടി കഴിയും. ആളെ കൊന്നാലും അവരുടെ ദേശീയ ആസ്ട്രേലിയയിലെ ദേശീയ മുഖമായിട്ടുള്ള കങ്കാരുവിനെ ഒരു നിശ്ചിത കാലയളവ് വെച്ച് കൊല്ലാൻ ജനങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന സമീപനമുണ്ട്. ഇവിടെ അതുണ്ടാകുന്നില്ല. അപ്പോ നമുക്ക് എന്താണ് പ്രശ്നം? എന്ത് വിഷയം കിട്ടിയാലും ഇവിടെ കേരളത്തിൽ സർക്കാരിനെ കുറ്റം പറയുക, അതിന് കഥാപ്രസംഗ രൂപത്തിൽ എന്തും അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അലോസരപ്പെടുത്തിയെങ്കിൽ താങ്കൾക്ക് അതിൽ വസ്തുതാവിരുദ്ധമായി എന്തെങ്കിലും ഒരു പോയിന്റ് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അലോസരപ്പെടുത്തില്ല. ഞാൻ ഇതിലും വലുത് ഞാൻ പറഞ്ഞു 101% വസ്തുതകളാണ് ഞാൻ പറഞ്ഞത്. വസ്തുതാവിരുദ്ധമായ ഒരു ഒറ്റ പോയിന്റ് കാണിച്ചു തരാൻ അല്ലെങ്കിൽ തപ്പി കണ്ടുപിടിക്കാൻ പോലും വസ്തുതയിലേക്ക് കടക്കാതെയാണ് നിങ്ങളുടെ ഇൻട്രോ അവതരിപ്പിച്ചത്. ഒരു കാര്യം പറയാം, ഒറ്റ വസ്തുതാവിരുദ്ധമായ കാര്യം പറയാം. മറ്റുള്ളവരെ അവമതിക്കാനുള്ള ഒരു വസ്തുതാവിരുദ്ധമായ കാര്യം അങ്ങേക്ക് പറയാമോ? എന്തൊക്കെയാണ് നിങ്ങൾ വിളിച്ചു പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ അതാർക്ക്
പിന്നെ ഒരു ഒരു വസ്തുതാവിരുദ്ധമായ കാര്യം അങ്ങേക്ക് പറയാമോ? എനിക്ക് ഉറപ്പുണ്ടല്ലോ. ഒരു മനുഷ്യനും ഞാൻ വേണം ഒന്നുകൂടെ കേൾപ്പിക്കാം. നിങ്ങളുടെ ഇൻട്രോ ഞാൻ വേണം ഒന്നുകൂടെ കേൾപ്പിക്കാം. ഒരു വസ്തുതാവിരുദ്ധമായ കാര്യം പറയാമോ? അല്ലാതെ അല്ല നിക്ക് ആഷ്മി ഒന്നുകൂടെ അല്ല 10 തവണ കേൾപ്പിച്ചാലും ശരി, നിങ്ങൾ അവതരിപ്പിക്കുന്ന ഇൻട്രോയിലെ അതിൽ വസ്തുതാവിരുദ്ധമായ ഒന്നും കണ്ടെത്താൻ കഴിയില്ല. എനിക്ക് ഉറപ്പുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് പ്രശ്നമല്ല. ശരി നിങ്ങൾ ആളുകളെ കുറ്റപ്പെടുന്ന ഒരു കഥാപ്രസംഗം അല്ലാണ്ട് മറ്റെന്താണ് അവതരിപ്പിച്ചത്? ഈ വസ്തുതകൾ ഇവിടെ നമ്മൾ മലയോരത്തെ മനുഷ്യരെ കാട്ടാനകൾ എത്ര പേരാണ് ആലോചിച്ചത്. എൽദോ, ഒരു അമറിലാഹി, ഒരു മണി, അത് കഴിഞ്ഞൊരു സ്ത്രീ, ഇന്നൊരു രാധ. ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച നോക്കിയാൽ മതി സജീഷേ, മനുഷ്യരെ ചവിട്ടി തേക്കുക എന്ന് പറഞ്ഞാൽ ഈ ആനയൊക്കെ ചവിട്ടി കൊല്ലുന്നുണ്ടല്ലോ. തലയും കയ്യും കാലും വയറും പണ്ടവും വേറെ കിടക്കുന്ന ശരീരങ്ങൾ കാണുക. നമ്മുടെ കഥാപ്രസംഗം ഇവിടെ ഞാൻ അങ്ങയിലേക്ക് എത്താം. ടി സിദ്ദിഖ് ഇന്നലെ ഒരു കാര്യം, നിങ്ങൾ ഏകപക്ഷീയമായി ഈ കാലത്തെ എന്തോ കുഴപ്പമെന്ന് ശരി ഞാൻ ഏകപക്ഷീയമാണ്. ഞാൻ മലയോര മനുഷ്യരുടെ കൂടെ തന്നെയാണെന്ന് ഒരു തർക്കം അക്കാര്യത്തിലില്ല. ഞാൻ നിഷ്പക്ഷനല്ല. ഞാൻ മലയോര മേഖലയിൽ ചത്തു വീഴുന്ന മരിച്ചു വീഴുന്ന പാവം സാധുക്കൾക്കൊപ്പമാണ്. അതിൽ തർക്കം വേണ്ട കാര്യത്തിൽ. ഞാൻ നിഷ്പക്ഷനല്ലേ? അതിലപ്പുറത്തൊപ്പമാണ് ഞങ്ങൾ. ഞാൻ നിഷ്പക്ഷനല്ല കാര്യത്തിൽ. ഞാൻ മലയോരത്തിനൊപ്പം തന്നെയാണ്. അതൊരു തർക്കം വേണ്ട. ശരി, ഓക്കെ. അപ്പുറത്ത് നിങ്ങൾക്ക് വാചക കസർത്തല്ലാതെ അതിനപ്പുറത്ത് സാധ്യമല്ല. അല്ല, സാധ്യമാവും. നിങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒരു കാര്യം നിങ്ങൾ പരിശോധിക്കും. വയനാട് മണ്ഡലത്തിൽ നീക്കിവെച്ചത് MLA ഫണ്ടിൽ നിന്ന് 2 MPമാരുണ്ട്. ഒറ്റ വാക്ക് പറയാൻ വേണ്ടി പറ്റും. ഒറ്റ രൂപ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒറ്റ രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. കഥാപ്രസംഗത്തിൽ കാണില്ല. ഞാൻ ഏകപക്ഷീയമാണ്. ഞാൻ പറഞ്ഞില്ലേ, മലയോര മേഖലയിലെ മനുഷ്യരുടെ വേദനയ്ക്ക് വേണ്ടി ഞാൻ ഏകപക്ഷീയമായി സംസാരിക്കൂ. സജീഷ് എന്ത് പറഞ്ഞാലും ശരി. ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ സാർ, ഞാൻ തന്നെ പറയല്ലേ, മലയോര മേഖലകളിൽ ചോര ചിന്തുന്ന മനുഷ്യർക്കൊപ്പമാണ് ഞാൻ. അവിടെ ഏകപക്ഷീയമാണ്. അവിടെ നിഷ്പക്ഷമാകാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ഓക്കെ. നിങ്ങൾ ഏകപക്ഷീയമായി പറയൂ. ഞാൻ പറയല്ലേ, ഞാൻ തന്നെ പറയാണ്. താങ്കൾ ആരോപിക്കണം. ഞാൻ സമ്മതിക്കുകയാണ്. മലയോര മേഖലകളിൽ പരിഹാരമില്ലാതെ തുടരുന്ന ഈ കേന്ദ്രത്തിന്റെയും കേരളത്തിലെയും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിയിൽ ജീവിതം നിസ്സഹായമായി പോകുന്ന പാവം മനുഷ്യർക്കൊപ്പമാണെന്ന് സതീഷ്, ഞാൻ അതിൽ തർക്കമുണ്ടോ? പറയാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ശരി. ഓക്കെ. നിങ്ങൾക്ക് 1972 നിയമം മാറ്റണമെന്ന ഒറ്റ വാക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിഷ്പക്ഷനല്ല. ശരി. ഓക്കെ. ആയിക്കോട്ടെ. അത് അതിൽ പെട്ടതല്ല എന്ന് താങ്കൾ പറയുമോ? ശരി. വരുത്തേണ്ട അഭിപ്രായം നിയമം? ആ നിയമം എന്നെടുത്ത് കാട്ടിക്കളയുന്ന നിയമോ? ആർക്കാ തർക്കം? അതിലാർക്കാ തർക്കം? നമ്മൾ ഇപ്പോഴല്ലേ എപ്പോഴും പറയുന്ന ടി സിദ്ദീഖ് ഈ രാത്രി നമുക്ക് ശരി. ടി സിദ്ദീഖ് ഇവിടെ മഹാരാഷ്ട്രയിൽ ഇത്ര പേർ മരിച്ചു, ബീഹാറിൽ ഇത്ര പേർ മരിക്കുന്നു, കർണാടകയിൽ ഇത്ര പേർ മരിക്കുന്നു, കേരളത്തിൽ ഏറ്റവും കുറവ് എന്ന കണക്ക് പറയലാണോ ഈ രാത്രിയുടെ ആവശ്യകത? ഇന്നലെ നിയമസഭയിൽ മന്ത്രി പറഞ്ഞത് ഏതോ സംഘം കാട്ടിൽ കയറി അവിടെ മൃഗങ്ങളെ കുത്തിയിളക്കി വിട്ട് ആ മൃഗങ്ങൾ ഇറങ്ങി നാട്ടിൽ വന്ന് ആൾക്കാരെ കൊല്ലുന്നു പറഞ്ഞ് പ്രതിപക്ഷം ചോദിച്ചോ ഏതാണ് സംഘമെന്ന്? സിദ്ദീഖ്, ഒന്ന് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയുന്നു. ഞാൻ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതായിരിക്കുന്ന അവിടെ ഇൻക്വസ്റ്റ് നടത്തുന്നതായിട്ടുള്ള രാധയുടെ ബോഡി കണ്ടു വന്നതിൻ്റെ ആഘാതം തീരാതെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതായ ഒരു ജനപ്രതിനിധിയാണ്. നമുക്ക് മാധ്യമ ചർച്ചയിൽ എന്തും പറയാം, ഏത് രീതിയിലും നമുക്ക് വൈകാരികത പ്രകടിപ്പിക്കാം. പക്ഷേ മലയോര മണ്ണിൽ ജീവിക്കുന്നതായിരിക്കുന്ന മനുഷ്യൻ്റെ ആകുലതകളും ഭയങ്ങളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പുറത്തുനിന്ന് സംസാരിക്കുന്നതായിരിക്കുന്ന ആളുകൾക്ക് വളരെ പരിമിതമായി മാത്രമേ അറിയുകയുള്ളൂ. ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു, 100% നീതീകരിക്കപ്പെടുന്നതായി എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം അതിനേക്കാൾ ഭയാനകമാണ് കേരളത്തിലെ മലയോര മേഖലയിലെ സാഹചര്യം, അവസ്ഥ. അത് സജീഷ് ഇവിടെ സൂചിപ്പിച്ചത്, സജീഷിന് മലയോര മേഖലയിലെ ജീവിതത്തെക്കുറിച്ച് അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് പൂർണ്ണമായും ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ഞാനൊരു കാര്യം വളരെ കൃത്യമായി പറയാം. ഇന്ന് മലയോര മേഖലയിൽ സാമൂഹ്യ ജീവിതമില്ല. എന്താ സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രശ്നം?
ഇവിടെ 25,000, വയനാട്ടിൽ 25,000 വരുന്ന ക്ഷീരകർഷകരുണ്ട്. അവർ ജീവിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ജീവനോപാധി അതാണ്. കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് പശുവിനെ കറന്ന് ആ അളന്നതായിരിക്കുന്ന പാലെടുത്ത് സൊസൈറ്റിയിൽ പോയി കൊണ്ടുകൊടുത്ത് ജീവിതം മുന്നോട്ട് നീക്കുന്നതായിരിക്കുന്ന കർഷകർ. മക്കൾ സ്കൂളിൽ പോകണം, സന്ധ്യ മയങ്ങിയാൽ ആളുകൾക്ക് മാർക്കറ്റിൽ പോകണം, സാധനങ്ങളുമായി വീട്ടിലേക്ക് വരണം. ഇന്ന് രാത്രിയില്ല, രാവിലെയില്ല, കാപ്പിയും മറ്റുള്ളതായിരിക്കുന്ന മേഖലകളിലും എല്ലാം തന്നെ പണിയെടുക്കുന്നതായിരിക്കുന്ന കർഷക തൊഴിലാളികളായ ആളുകൾക്ക് ആ എസ്റ്റേറ്റിൽ എന്തൊക്കെ പതിയിരിക്കുന്നു എന്നുള്ളത് അറിയില്ല. ഇന്ന് കാലത്ത് ഏകദേശം അറൗണ്ട് 11-11:15 മണിക്കാണ് രാധയുടെ ഈ സംഭവം അരങ്ങേറുന്നത്, നടക്കുന്നത്. രാവിലെ 11:15 മണി എന്ന് പറയുമ്പോൾ നല്ലപോലെ സൂര്യൻ ഉദിച്ച സമയമാണ്. ഒരു തൊഴിലാളിക്ക് സൂര്യൻ ഉദിച്ച് നല്ലപോലെ വെയിലുള്ള നട്ടുച്ച സമയത്ത് ഇത് സംഭവിക്കുമ്പോൾ ആർക്ക് എവിടെയാണ് സുരക്ഷിതത്വം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ രാധയിൽ നിൽക്കുന്നോ? ഞാൻ ചോദിക്കുന്നു, കുട്ടികൾ സ്കൂളിൽ പോകണം, ആരാധനാലയങ്ങളിൽ പോകണം, ആളുകൾക്ക് മാർക്കറ്റുകളിൽ പോകണം, അവന് ജീവിക്കണം, അവന് തൊഴിലിടങ്ങളിലേക്ക് പോകണം, എല്ലാ കാര്യങ്ങളിലുമായി പോകണം. പോകാൻ കഴിയാത്തതായ ഗുരുതരമായ സാഹചര്യം ഇന്ന് വയനാട് ഉൾപ്പെടെ മലയോര മേഖലയിൽ നിലനിൽക്കുകയാണ്. ഒന്നാമത്തെ പ്രശ്നം. 2, നിങ്ങൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട രണ്ടാമത്തെ പ്രശ്നം, എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ കേരള നിയമസഭയിൽ, ഞാൻ നിയമസഭയിലെ മന്ത്രിയുടെ മറുപടി അടിയന്തര പ്രമേയത്തിന് പറയുമ്പോൾ ഞാൻ അറിയാതെ ചാടി എഴുന്നേറ്റ് പോയതാണ്. ഞാൻ പറഞ്ഞു, വനത്തിൽ ഒരു സംഘം, പേര് പറഞ്ഞില്ല അദ്ദേഹം, ഒരു സംഘം ആക്രമിക്കുന്നു വന്യമൃഗങ്ങളെ, ആനയും കടുവയും പരിക്കേറ്റ് പുറത്തു വരുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. ഞാൻ ഓട്ടോമാറ്റിക്കായി എഴുന്നേറ്റ് പോയി. കാരണം എന്താ? അതിന് കാരണമുണ്ട്. ഇന്ന് രാധയുടെ ബോഡി മാത്രമല്ല, കുഞ്ഞവറാന്റെ ബോഡിയുമായി മേപ്പാടിയിൽ ആളുകൾ മുഴുവൻ പ്രതിഷേധിക്കുമ്പോൾ ഞാൻ ആ പ്രതിഷേധം തണുപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ, കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കാൻ, അവർക്ക് ആവശ്യമുള്ള സൗകര്യം ചെയ്യാൻ എല്ലാത്തിലും ഞാനുണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. പാക്കത്തെ പോള് മരിച്ചപ്പോൾ, ചാലിക്കത്തയിലെ അജീഷ് മരിച്ചപ്പോൾ ആ അജീഷിന്റെ വീട്ടിൽ ആ കുട്ടി പറഞ്ഞ അവസാനത്തെ വാചകം, പഠിക്കുന്നതായിരിക്കുന്നു കുട്ടി പറഞ്ഞത്, സർ, എൻ്റെ അച്ഛൻ്റെ മരണം അവസാനത്തെ മരണമാകണം, ഇനിയൊരു കുട്ടിക്കും ഈ ഗതി വരരുത്. തോൽപ്പെട്ടിയിലെ ലക്ഷ്മണൻ ഉൾപ്പെടെ, തോമസ് ഉൾപ്പെടെ എത്രയെത്ര മരണങ്ങളാണ് ഈ വയനാട് ജില്ലയിൽ മലയോര മേഖലയിൽ നടക്കുന്നത്. ഒരു ശുപാർശ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളോ നിലപാടുകളോ ഇവിടെ ഉണ്ടോ? ഈ അജീഷിന് നഷ്ടപരിഹാരമായി 50 ലക്ഷം കൊടുക്കും, 10 ലക്ഷം ഇപ്പോ, ബാക്കി 40 ലക്ഷം പിന്നെ ഈ അജീഷിന്റെ കാര്യത്തിലാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കണം എന്നൊരാവശ്യം ഉയർന്നു. 10 ലക്ഷം രൂപ അപ്പോൾ കൊടുക്കും, 40 ലക്ഷം രൂപ പിന്നെ കൊടുക്കാൻ ശുപാർശ എന്നൊക്കെ OR കേളു MLA ആയിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ശുപാർശ ഒരു രേഖയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 50 ലക്ഷം കൊടുത്തോ ടി സിദ്ദീഖ്? ഓരോ ഡെഡ് ബോഡിയും വന്യമൃഗ ആക്രമണത്തിൽ ഒരു ഇപ്പോ ഞാൻ പ്രിയപ്പെട്ട എൻ്റെ മാധ്യമ പ്രവർത്തകൻ ഇവിടെ ഇൻട്രോ അവതരിപ്പിച്ചതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ഞാൻ അതിലൊരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാ. എന്താണെന്നറിയോ? മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് എല്ലാവരും പറയും, ടൈറ്റിലിടും. മനുഷ്യ വന്യജീവി സംഘർഷം ഈ മലയോര മേഖലയിലുണ്ടോ? നിങ്ങൾ പറയണം. ഏകപക്ഷീയമായിട്ടുള്ള വന്യജീവി ആക്രമണം മാത്രം നടക്കുകയാണ്. ഈ വന്യജീവി ആക്രമണങ്ങളിൽ 90% മനുഷ്യവാസ മേഖലകളിലേക്ക് വന്നാണ് നടക്കുന്നത്. മനുഷ്യൻ വസിക്കുന്ന, മനുഷ്യൻ തൊഴിലെടുക്കുന്ന, മനുഷ്യൻ പോകുന്ന സ്ഥലങ്ങളിലേക്കാണ് ഈ ആക്രമണം മുഴുവൻ നടന്നിട്ടുള്ളത്. അല്ലാതെ ആക്രമണം അങ്ങോട്ട് നടക്കുകയല്ല. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അസംബ്ലിക്കകത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ മന്ത്രിയോട് ചോദിച്ചു, ആരാണ് ഈ സംഘം? നിങ്ങൾ പറയണം. ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? മന്ത്രിയോട് ചോദിച്ചു. കള്ളം പറയായിരുന്നു മന്ത്രി. അദ്ദേഹം പേര് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ സിദ്ദിഖാണോ പ്രതിപക്ഷമാണോ എന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ അദ്ദേഹം പറഞ്ഞു, പ്രതിപക്ഷ നേതാവിന് അറിയാം, മുൻ പ്രതിപക്ഷ നേതാവിന് അറിയാം. ഞാൻ സജീഷിനോട് ഇപ്പോഴും ചോദിക്കുന്നു, ഒരു മന്ത്രി ഉത്തരവാദിത്തത്തോടു കൂടി അസംബ്ലിക്കകത്ത് പറഞ്ഞപ്പോ, ഞങ്ങൾ ചോദിച്ചതിന് അവിടെ വെച്ച് മറുപടി പറയാഞ്ഞപ്പോ, ഞങ്ങൾ നിങ്ങളോട് ഇപ്പൊ ചോദിക്കുന്നു, ആരാണവർ? ഏതാണ് ഈ സംഘം? അങ്ങനെ സംഘമില്ല സാർ. നിങ്ങൾ ആലോചിക്കണം. വന്യജീവിയുടെ ആ ടെറിട്ടോറിയൽ ജീവിയാണ് ടൈഗർ. ടെറിട്ടോറിയൽ ജീവിയായ ടൈഗറിന്റെ 10 മടങ്ങ് ടൈഗർ ഇവിടെയുണ്ട്. വന്യജീവികളുണ്ട്. അത് മുഴുവൻ ഇത് മുഴുവൻ വരികയാണ്. പിന്നെ എന്നോട് ആഷ്മി ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. ആഷ്മി ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. എല്ലാ വന്യമൃഗ ആക്രമണ മരണവും നടന്നാൽ
ആ വന്യമൃഗ ആക്രമണത്തെ തുറന്നൊരു കരാറുണ്ടാക്കും. ആ കരാറിൽ ഓരോ കാര്യങ്ങൾ എഴുതും. കുടുംബത്തിന് ഒരാൾക്ക് തൊഴിൽ കൊടുക്കണം. ചാലിക്കത്തയിലെ അജീഷിന്റെ ഓസൂരിൽ നിന്ന് വന്നതായിരിക്കുന്ന ബേലൂർ മഗ്ന എന്ന് പറയുന്ന റേഡിയോ കോളർ ധരിപ്പിച്ചതായിരിക്കുന്ന ആന വന്ന് വ്യാപകമായ ആക്രമണം നടത്തി ഒരുത്തനെ കൊന്നപ്പോ ഉണ്ടാക്കിയ എഗ്രിമെന്റിൽ എന്തെങ്കിലും നിങ്ങൾ പാലിച്ചോ? എന്റെ ഈ നിയോജകമണ്ഡലത്തിൽ ലക്ഷ്മൺ എന്ന് പറയുന്ന പാവപ്പെട്ട ആദിവാസി മരിച്ചു, പണം നിങ്ങൾ പാതി കൊടുത്തോ? ഇവിടെ മേപ്പാടിയിലെ കുഞ്ഞവറ മരിച്ചു, എഗ്രിമെന്റ് നിങ്ങൾ പാലിച്ചോ? പാക്കത്തെ പോള് മരിച്ചു, എഗ്രിമെന്റ് ഉണ്ടാക്കി, ആ എഗ്രിമെന്റിൽ ഏതെങ്കിലും കാര്യം പാലിച്ചോ? ഇവിടെ എഗ്രിമെന്റ് ഉണ്ടാക്കിയല്ലാതെ ഓരോ എഗ്രിമെന്റും പാലിച്ചില്ല. 10 ലക്ഷം കൊടുത്തു, ആദ്യം 5 ലക്ഷം, പിന്നെ 5 ലക്ഷം കൊടുത്തിട്ടുണ്ടോ അറിഞ്ഞൂടാ. ഒരു എഗ്രിമെന്റും പാലിക്കാൻ കഴിയില്ല. ചോദിക്കണമെന്നുണ്ട്. 10 ലക്ഷം സർക്കാരിന് കൊടുക്കാൻ പറ്റുന്ന കാര്യം 10 ലക്ഷം. ആ 10 ലക്ഷത്തിൽ ഞാൻ പറഞ്ഞുതരാം ചെയ്യുന്ന കാര്യം പറയാം. അല്ല, ചെയ്യുന്ന കാര്യം പറയാം. 10 ലക്ഷം സർക്കാർ പാർട്ടിയാണല്ലോ ഭരിക്കുന്നത്. അവിടെ ഈ കാര്യത്തിൽ വന്ന കുറവും ഒന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ആദ്യത്തെ 5 ലക്ഷം കൊടുക്കും. നമുക്ക് കേരളം പറഞ്ഞു തീർക്കാം, പിന്നെ കർണാടക പോയ പോലെ സജീഷ്. അല്ല, ഈ സംഘവേദന അങ്ങേക്ക് അറിയാവോ സജീഷ്? ഈ കാട്ടിൽ കയറി മന്ത്രി ഉന്നയിച്ച അതിഗുരുതര ആരോപണമാണ്. ആ സംഘവേദന അങ്ങേക്ക് അറിയാവോ? ആലോചിച്ച് നോക്കൂ. സമയം തന്നാൽ കൃത്യമായി ഞാൻ പറയും. താങ്കൾക്ക് അറിയുമോ എന്ന് പറഞ്ഞാൽ വനമന്ത്രി ശ്രീമാൻ AK ശശീന്ദ്രൻ സഭയിൽ ഉത്തരവാദിത്തോടെ പറഞ്ഞത് ഒരു സംഘം കാട്ടിലോട്ട് കയറുന്നുണ്ട്, അവരവിടെ പോയി മനുഷ്യരെ, അവിടുത്തെ മൃഗങ്ങളെ ആക്രമിച്ച് ഇറക്കി വിടുകയാണ്. ആ സംഘം ഏതാണെന്ന് എന്താണ് പ്രതിപക്ഷ നേതാവിന് മുൻ പ്രതിപക്ഷ നേതാവ് സിദ്ദീഖിനൊക്കെ അറിയാമെന്നാ പറയുന്നത്. ആ സംഘം ഏതാണെന്ന് SK സതീഷ് അറിയാവോ? അത് ഭീകരമല്ലേ? എന്ത് ആരോപണമാണത്? ആ സംഘത്തെ പിടിക്കണ്ടേ ആരാണെങ്കിലും? ഹാഷ്മി, എനിക്ക് പറയാമല്ലോ. അല്ല പറയൂ. അല്ല സജീഷ് അറിയാമെങ്കിൽ പറയോ സംഘം ആരാണ്? ഹാഷ്മി, എനിക്ക് പറയാമല്ലോ. അല്ല, ഞാൻ പറഞ്ഞു സജീഷ് ഊഴമല്ല, പക്ഷേ ഈ സംഘം ആരാണെന്ന് അറിയാമെങ്കിൽ പറയും. അതായത് ഹാഷ്മി സംഘം എന്നൊക്കെ പറഞ്ഞ് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, മന്ത്രി സഭയിൽ പറഞ്ഞ കാര്യത്തിനകത്തുള്ള ഒരു കാര്യം, ഈ കാട്ടിനകത്ത് പലരും അതിക്രമിച്ച് കിടക്കുകയും മനുഷ്യർ പലരും മൃഗങ്ങളെ ഉപദ്രവിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അത്തരം സംഘങ്ങളെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി അതിന്റെ ഭാഗമായി മൃഗങ്ങൾക്ക് പരിക്ക് പറ്റുന്നുണ്ട്. ഇതും മനുഷ്യർ കാണേണ്ട വിഷയമാണ് എന്നതാണ് മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. സംഘം കാട്ടിനകത്ത് ബോധപൂർവ്വം കുഴപ്പമുണ്ടാക്കുന്നു എന്നല്ല പറഞ്ഞത്. പരിശോധിച്ചോ? വേണേ മന്ത്രിയോട് തന്നെ ചോദിച്ചോ. ആ സംഘത്തെ പറ്റി പ്രതിപക്ഷ സംഘം എന്നല്ല, അത്തരം പ്രവണതകളെ കുറിച്ച് അറിയാം. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വാക്കൌട്ട് സ്പീച്ചിൽ ആ കാര്യം എടുത്തു പറഞ്ഞു. എനിക്ക് അറിയില്ല, അങ്ങ് തന്നെ പറയണമെന്ന് പറഞ്ഞു. മന്ത്രി പറഞ്ഞില്ല. ഏതോ സംഘത്തെ പറ്റി മന്ത്രി തന്നെ പറഞ്ഞതേ, മന്ത്രിക്ക് മാത്രം അറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരു ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം പറയാം. ഒരു ഗുരുതരമായ കാര്യം ഇവിടെ പറയാം. ഇവര് ചെലവഴിക്കുന്നതായിരിക്കുന്ന തുക നിങ്ങൾ പരിശോധിച്ചോ? പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കിയില്ല എന്നായിരിക്കും ഗുരുതരമായ കാര്യം. ആകെ വന്യമൃഗ അല്ല, അതൊക്കെ പറയുന്നതിന് മറുപടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യത്തിനൊന്നും മറുപടി പറയാം. ഞാൻ പറഞ്ഞതിനും ചോദിക്കുന്നതിനും 6.5 കോടി രൂപയാണ് 2018-19 ചെലവഴിച്ചത്. 2023-24 ചെലവഴിച്ച തുക 3.1 crore, 3 കോടി 1 ലക്ഷം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 2018 6.5 കോടി, 2023-24 3 കോടി. ഇനി ഒന്നുകൂടി കേട്ടോ, 2024-25 റണ്ണിംഗ് ആണല്ലോ. നിങ്ങൾ മാറ്റിവെച്ച തുക 48 കോടി. സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതോ ഇതുവരെ ചെലവഴിച്ച തുക 46%. അജീഷ്, 46%. ഇത്രയും മലയോര മേഖലയിലെ കർഷകർ മുഴുവൻ കാർഷിക വൃത്തിയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ, ജീവിക്കാൻ ഗതിയില്ലാതെ പോകുമ്പോൾ, അലോട്ട് ചെയ്ത പണം അനുവദിക്കാതെ, അലോട്ട് ചെയ്തായിരിക്കുന്ന തുക പൂർത്തീകരിക്കാതെ ഈ രീതിയിൽ നിർലജ്ജം ജനവികാരത്തെ വ്രണപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ. ഞാൻ കൊടുത്ത MLA ഫണ്ട് 3 തവണ ടെൻഡർ ചെയ്തു. ടെൻഡർ എടുക്കാൻ ആളില്ല, ബില്ല് മാറിക്കിട്ടില്ല. കാരണം പൈസ കൊടുക്കാൻ ട്രഷറി പൈസ ഇല്ല. അതാ പ്രശ്നം. ടെൻഡർ എടുക്കാൻ ആളില്ല. അല്ല, മറ്റെല്ലാം MLA-മാരുടെതൊക്കെ ടെൻഡർ എടുത്തല്ലോ. എന്താണ് ശ്രീ സിദ്ദിഖിന്റെ മാത്രം പ്രശ്നം? ഓർക്കകളും MLA കൊടുത്ത് വെക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ അത് വേറെ പരിശോധിച്ചാൽ മതി. ഒരു കാര്യം, നിങ്ങൾ താല്പര്യം കാണിക്കാത്തതിനും നിങ്ങളുടെ MP-മാരായിട്ടുള്ള ഒറ്റ അക്ഷരം മിണ്ടുകയോ
എംപിമാർ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ ഇടപെടാതിരിക്കുകയോ ചെയ്തിട്ട് ഇവിടെ വൈകാരികമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണോ? തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ നല്ല മിടുക്കന്മാരാണ്. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ എന്താ ചെയ്തത്? ഈ നിയമം നിങ്ങൾ ഉണ്ടാക്കിയ നിയമമല്ലേ? കടുവ ഇറങ്ങിയാൽ കമ്മിറ്റി ഉണ്ടാകണം എന്ന് വെച്ചത്, കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പരിശോധിക്കണം എന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ മുഴുവൻ എഴുതി വെച്ചത് നിങ്ങളല്ലേ? ഈ സെഷന്റെ കർണാടകത്തിൽ കാണിച്ച ഒരു മോഡൽ മാറ്റം വരുത്തേണ്ട ആവശ്യകതയുൾപ്പെടെ പാർലമെന്റിൽ പ്രസംഗിച്ചത് പാർലമെന്റ് സ്പീച്ച്. അതെ സജീഷേ, മഹാരാഷ്ട്രയിലെ ആവണി എന്ന് പറഞ്ഞ കർണാടകത്തിൽ നിങ്ങൾ എന്താ ചെയ്തത്? കേരളത്തിൽ കൊല്ലപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾ കേരളത്തിലേക്ക് ഈ മൃഗങ്ങളെല്ലാം കൂട്ടത്തോടെ കടന്നു വരുന്നത്. ഉൾപ്പെടെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതെ, പറഞ്ഞുകൊണ്ടേയിരിക്കുക, മറുപടി ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. സജീഷ് പറഞ്ഞു സജീഷിന്റെ അറിവിലേക്കായിട്ട് പറയാണ്, ആവണി എന്ന കടുവയെ 2018 തന്നെ മഹാരാഷ്ട്ര സർക്കാർ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. സജീഷിനെ പോലെ ഒരാൾ ദയവ് ചെയ്ത് ഇങ്ങനെ ചർച്ചയ്ക്ക് വരുമ്പോ ഒരു പ്രാഥമികമായിട്ട് കേസ് വേറെ പേരിൽ കേസ് നിലനിൽക്കുന്നു. കോടതി മഹാരാഷ്ട്ര ബോംബെ ഹൈക്കോടതി ചോദിക്കുന്നത് നരഭോജിയാണ് എന്ന് നിങ്ങൾ കേസ് ഇപ്പോഴും നടക്കുകയാണ്. താങ്കൾ ആ വിഷയം ഏറ്റെടുത്ത ആളാണ്. ഇന്ന് രാധ, അതൊരു തൊട്ട് മുമ്പ് വാഗേരിയിലെ പ്രജീഷ്, നേരത്തെ സിദ്ദീഖ് പറഞ്ഞ ലക്ഷ്മണൻ, അതിനു മുമ്പ് തോമസ്, അത് ഇതൊക്കെ എന്താണ് കടുവ, പിന്നെ എന്താണ് പുല്ലപ്പള്ളി പള്ളിച്ചിറ കോളനിയിലെ ബോളൻ, കാട്ടിക്കുളം ബേഗൂർ കോളനിയിലെ ചെറിയ സോമൻ, താൽക്കാലികയുടെ പുളിഞ്ഞാൽ തങ്കച്ചൻ, ആനപ്പാറ കോളനിയിലെ കുള്ളൻ, മേപ്പാടി ചുളുക്കിയ സ്റ്റേറ്റ് ഡിവിഷനിലെ കുഞ്ഞവരാൻ മുസ്ലിയാർ, ഇതൊക്കെ കാട്ടാനകൾ വയനാട്ട് മാത്രം. അതിന്റെ പിന്നാലെ നമ്മൾ കേട്ട പേരുകൾ ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം കേട്ടത് എൽദോ, ഈ കഴിഞ്ഞ മാസങ്ങളിലാണ് കേട്ടത്. എൽദോയുടെ പേര് നമ്മൾ കേട്ടു, അത് കഴിഞ്ഞ് അമർലാഹിയുടെ പേര് നമ്മൾ കേട്ടു, അത് കഴിഞ്ഞ് മണിയുടെ പേര് നമ്മൾ കേട്ടു. നമ്മൾ ദിവസം ഇങ്ങനെ മനുഷ്യൻ ചിതറിപ്പോകുന്ന വാർത്ത കേൾക്കുകയാണ്. അത് വാർത്ത ഒരു പുതുമയോ അല്ലാതായി പോകും, ആൾക്കാർക്ക് ഒരു ഞെട്ടലും ഉണ്ടാവാതിരിക്കുകയാണ്. പക്ഷെ PV അൻവർ ഇതൊക്കെ കേന്ദ്ര നയത്തിന്റെ പ്രശ്നമാണെന്ന് പറയുകയും അവിടെ എന്താണ് ആൾ ഭരിച്ചാൽ അവിടെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കലും അവിടെ വന്ന് കണ്ടാലുടൻ വെടിവെക്കാൻ ഉത്തരവ്, അതിൽ തീരുവോ PV അൻവർ? അല്ല, കൊല്ലാൻ ഉത്തരവിട്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാകുമോ എന്ന് കണ്ടറിയണം. അതിലെത്രമാത്രം ആത്മാർത്ഥത ഉണ്ട് എന്ന് ഫോറസ്റ്റിൻ്റെ അവരുടെ പൂർവ്വകാല പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒന്ന്, ഇനി അത് പ്രാവർത്തികമായാൽ തന്നെ അവസാനിക്കുന്നതല്ല ഈ പ്രശ്നം. നൂറുകണക്കിന് കടുവയും പുലിയും കരടിയുമൊക്കെ മറ്റു ഉൾപ്രദേശങ്ങളിൽ നിന്ന്, ഫോറസ്റ്റിൽ നിന്ന് ഈ മനുഷ്യവാസ പ്രദേശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ നേർചിത്രങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസമായി കാണുന്നത്. ഇതിലൊരു പ്രധാനമായ വിഷയം, ഈ കണ്ടു കാണപ്പെട്ട ജീവികൾക്കൊന്നും കഴിക്കാനുള്ള ഭക്ഷണമോ അതിനുള്ള വെള്ളമോ ഈ ഫോറസ്റ്റിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളതും, മുമ്പുണ്ടായിരുന്ന വാട്ടർ സോഴ്സുകളൊക്കെ നശിച്ചു പോവുകയോ മൂടിപ്പോവുകയോ ചെയ്തിട്ട് അത് പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നില്ല. ആനയൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യവാസ പ്രദേശത്തേക്ക് ആന വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ ഈ ഭക്ഷണമില്ലായ്മയാണ് എന്നാണ് വനവാസികൾ പറയുന്നത്. ഫോറസ്റ്റ് നമുക്ക് റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ കാണുമ്പോൾ നല്ല തിക്ക് ഫോറസ്റ്റാണ്. പക്ഷേ ഫോറസ്റ്റിൻ്റെ അകത്തളങ്ങളിലും ഉൾപ്രദേശങ്ങളിലൊക്കെ പല ഭാഗങ്ങളിലും മൊട്ടക്കുന്നുകളാണ്. ഫോറസ്റ്റൈസേഷൻ എന്ന് പറഞ്ഞ് കോടാനക്കോടി രൂപ ഓരോ വർഷവും ലക്ഷക്കണക്കിന് മരങ്ങൾ ഞങ്ങൾ നട്ടുപിടിപ്പിച്ചു എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പത്രങ്ങൾ വഴി റിപ്പോർട്ട് കൊടുത്ത് കൊട്ടിഘോഷിക്കുമ്പോൾ ഈ വെച്ച് പിടിപ്പിക്കുന്ന ഒരു മരം പോലും ഈ കേരളത്തിലെ ഫോറസ്റ്റിൻ്റെ അകത്ത് വളർന്നിട്ടില്ല. പൂർണ്ണമായിട്ടും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകേണ്ട ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ആ ഫോറസ്റ്റിൽ പോയി അതൊന്ന് കാണാനോ പൊതുപ്രവർത്തകർക്കോ ഒരു MLAക്കോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോ ജനപ്രതിനിധിക്കോ എന്താണ് ഇവർ ഈ പറയുന്ന വനവൽക്കരണം നടക്കുന്നുണ്ടോ, ഇവർ പറയുന്ന മറ്റു സോയിൽ പ്രൊട്ടക്ഷൻ നടക്കുന്നുണ്ടോ? കോടികളാണ് എഴുതി വാങ്ങുന്നത്.
അത് പരിശോധിക്കാൻ പോലും കഴിയാത്ത വിധം ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറിയാൽ കേസെടുക്കുന്ന ലോകത്തൊരു രാജ്യത്തുമില്ലാത്ത നിയമങ്ങൾ വെച്ച് വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ ഫോറസ്റ്റിനകത്ത് തകർന്നിരിക്കുകയാണ്. അവരുടെ ആവാസ വ്യവസ്ഥകൾ തകരുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള തണുപ്പും വെള്ളവും ഭക്ഷണവും കിട്ടുന്നത് മനുഷ്യരുടെ ഇടയിലാണെങ്കിൽ ആ മനുഷ്യരുടെ ഇടയിലേക്ക് ഇവർ കടന്നു വരികയും ആക്രമിക്കുകയും കൊല്ലുകയും മനുഷ്യനെ ഭക്ഷിക്കുകയും കൃഷി നശിപ്പിക്കുകയും ഒക്കെ അവസ്ഥയാണ്. വല്ലാത്ത ഭീകരാവസ്ഥയിലേക്ക് എത്താം. സി പി വിനോദ്. ഏഞ്ചൽസ് നായർ, ഇവിടെ ആനകൾ പെരുകുന്നു കാട്ടിൽ, കടുവകൾ പെരുകുന്നു നാട്ടിൽ. ഏറ്റവും ചുരുങ്ങിയ പക്ഷം കാട്ടിലേക്ക് പോകണ്ട, ഇപ്പം ലോകത്തെല്ലായിടത്തും ഉള്ള ഈ ഹണ്ടിങ് എന്ന് പറയുന്ന ഈ ഇന്ത്യയിൽ മാത്രം ഇല്ലാത്ത ആ സമ്പ്രദായം വരണ്ട. പക്ഷെ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യന്റെ വീട്ടിൽ കയറി മനുഷ്യരെ കൊല്ലാൻ നോക്കുന്ന മൃഗങ്ങളെങ്കിലും വെടിവെച്ച് കൊല്ലാൻ പരുവത്തിന് ആ നിയമം മാറ്റണ്ടേ ശ്രീ ഏഞ്ചൽസ് നായർ? ശ്രീ പി വി അൻവർ ഇപ്പോൾ വളരെ ദൈവികമായിട്ടുള്ള ചില വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ തന്നെ എടുക്കുക. അദ്ദേഹം എത്രയോ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ പറയും, പുട്ടിന് തേങ്ങ ഇടുന്ന മാതിരിയാണ് ഇദ്ദേഹം സത്യസന്ധവും വ്യക്തവുമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. പക്ഷേ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമായിരുന്നു. കിണറ്റിൽ വീണ ആ ആനയെ മണ്ണിട്ട് മൂടുക എന്ന് പറഞ്ഞത്. ആ വ്യക്തി തന്നെയാണ് ഈ ഒരു സാത്താൻ്റെ വാക്കുകളായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ആ വ്യക്തി തന്നെ മുമ്പ് ഇദ്ദേഹം ഇതേമാതിരി വളരെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഇതിനകത്തേക്ക് വരട്ടെ. ഈ കള്ളിങ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ അവസ്ഥ, അല്ലെങ്കിൽ ഇന്ത്യയിലെ അവസ്ഥ, അല്ലെങ്കിൽ ആസ്ട്രേലിയയിലെ അവസ്ഥ, അല്ലെങ്കിൽ അമേരിക്കയിലെ അവസ്ഥയൊന്നും അല്ല. ഇവിടെ പ്രേയും പ്രിഡേറ്ററും ഒന്ന് ഇരപിടുത്തക്കാരനും അതിനേക്കാൾ ഭീകരമാണെന്ന് പറയുകയാണ്. ഇപ്പൊ ഓസ്ട്രേലിയയിലെ ഒന്നും അവസ്ഥയല്ല, ഹണ്ടിങ് ഉള്ള രാജ്യങ്ങളിലെ അവസ്ഥയേക്കാൾ ഭീകരമാണ് നമ്മുടെ അവസ്ഥ. സാറേ, ഇവിടെ മനുഷ്യന് കിടക്കപ്പുറത്തില്ല. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പുറത്തു പോകാൻ പേടിയാ, പ്രാണഭയമാ, രാവിലെ റബ്ബർ വെട്ട് ഇറങ്ങാൻ പേടിയാ. കൃത്യമായിട്ട് പറഞ്ഞു, അതിന് പെറ്റുപേരി ഇറങ്ങി കിടക്കുക, അതിനെ വെടിവെച്ച് കൊല്ലണ്ടേ? ഏഞ്ചൽസ് നായർ, പേടിയാണ്, പേടിക്കേണ്ടി വരും. കാരണം ഇതിനെ ഞാൻ പറഞ്ഞു തീരട്ടെ ഹാഷ്മി, ഞാനിത് പറഞ്ഞൊന്ന് തീർത്തോട്ടെ. അതായത് പ്രേയും പ്രിഡേറ്ററും ഒന്നിച്ച് കാടിന് പുറത്ത് നിന്ന് വേട്ടയാടുന്ന അവസ്ഥയാണ്. കാട്ടുപന്നികളെ മുഴുവൻ വെടിവെച്ചിട്ടിരിക്കുകയാണ്. 3.5 വർഷമായി കാട്ടുപന്നികളെ മുഴുവനായിട്ട് ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുലി, കടുവ എന്നീ ജീവികളുടെ പ്രധാന ഭക്ഷണമാണ് കാട്ടുപന്നികൾ. എന്നിട്ടോ ഈ കാട്ടുപന്നികളെ വെടിവെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു തീരട്ടെ. അത് അല്ല, കാട്ടുപന്നി ആര് ഉന്മൂലനം ചെയ്തു? ഞാൻ പറയാം. എന്റെ നാട് പന്തളവാ, കാട്ടുപന്നി കേൾക്കാത്ത സ്ഥലവാ. കഴിഞ്ഞ ആഴ്ച പോയപ്പോഴത്തേക്ക് അവിടെ മൊത്തം കാട്ടുപന്നിയാ, നാട്ടിൽ മൊത്തം കാട്ടുപന്നിയാ. ആര് ഉന്മൂലനം ചെയ്തു? എവിടെ ഉന്മൂലനം ചെയ്തു? അതിന് വേണ്ടത് അവിടെ കടുവയാണ്. ഈ കടുവകളെ പിടിച്ച് കൂട്ടിലേക്ക് ഈ വയനാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ പത്തനംതിട്ടയിൽ നിന്നുള്ള കടുവകളെ പിടിച്ച്, പുലികളെ പിടിച്ച് അതിനെ തിന്നു തീർക്കേണ്ട ഒരു ജീവിയുണ്ട്. ഇതിന്റെ ഇംബാലൻസിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കടുവയും പുലിയൊക്കെ ഈ വന്യജീവി സംരക്ഷണ നിയമം വരുന്നതിന് മുമ്പേ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നി പിടിക്കാൻ കാട്ടിൽ നിന്ന് കടുവ ഇറങ്ങി വരണോ? ഏഞ്ചൽസ് നായർ, മലബാറിലേക്ക് കുടിയേറുമ്പോ അവിടെ അന്നും ഈ കടുവയും പുലിയും ആനയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇവർ ഭീഷണി നേരിട്ടിട്ടില്ല. എന്തുകൊണ്ട് ഈ 3-4 വർഷമായിട്ട് ഇതേമാതിരിയുള്ള ഭീകരമായിട്ടുള്ള അവസ്ഥ? ഇപ്പൊ കടുവ ഒരാളെ ഭക്ഷിച്ചേക്കുക. 2 വർഷം മുമ്പും വേറൊരു ജീവിയെ, ഒരു മനുഷ്യനെ ഭക്ഷിച്ചിരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കൺസർവേഷൻ മെക്കാനിസം രാഷ്ട്രീയക്കാര് ഇരുന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നുമല്ല. അത് കൺസർവേഷനിസ്റ്റുകൾ സംസാരിക്കേണ്ട കാര്യം. പൈതഗോറ സിദ്ധാന്തത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് ഗുണനപ്പട്ടിക പഠിക്കാത്തവരല്ല, അത് ഗുണനപ്പട്ടിക പഠിച്ചവരും. കാട്ടുപന്നി നാട്ടിൽ പെരുകുന്നു, അതിനുവേണ്ടി കടുവ നാട്ടിലോട്ടിറങ്ങി കാട്ടുപന്നി പിടിച്ചോട്ടെ എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമല്ലേ? കാട്ടുപന്നിക്കൂട്ടം നാട്ടിൽ തെറിയുന്നു, അത് കാരണം കടുവ നാട്ടിലോട്ട് ഇറങ്ങട്ടെ, എന്നിട്ട് ഈ കാട്ടുപന്നി പിടിച്ചോട്ട് പോട്ടെ എന്നൊക്കെ പറയാവോ? തീരുമാനിക്കേണ്ടത് അത് സയന്റിസ്റ്റുകളല്ലേ തീരുമാനിക്കേണ്ടത്, കൺസർവേഷനിസ്റ്റുകളല്ലേ അത് തീരുമാനിക്കേണ്ടത്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഫോറസ്റ്റുമായിട്ട് വൈൽഡ് ലൈഫുമായിട്ട് അല്ല അലക്സ്, അങ്ങോട്ട് കയറി വെടിവെച്ച് കൊല്ലണ്ട. ഏറ്റവും തീരുമാനിക്കേണ്ടത് വെടിവെക്കണോ വേണ്ടോ എന്ന് കൺസർവേഷനിസ്റ്റുകളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ കൺസർവേഷൻ തീരുമാനിച്ചു വരുമ്പോഴേക്കും ഇതുങ്ങൾ പിന്നെ മനുഷ്യരെ പിടിക്കും. നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു മൃഗത്തെ, ഒരു മനുഷ്യജീവനേക്കാൾ വലുതല്ല സാറേ ഒരു മൃഗത്തിന്റെ ജീവൻ. മനുഷ്യജീവൻ കഴിഞ്ഞു മതി മൃഗത്തിന്റെ ജീവൻ. പക്ഷെ അലക്സ, ഇവിടെ അങ്ങോട്ട് കയറി വെടിവെച്ച് കൊല്ലണ്ട. ഏറ്റവും ചുരുങ്ങിയ പക്ഷെ വീട്ടിൽ ആക്രമിക്കുന്ന മൃഗത്തെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം കൊടുക്കണ്ടേ ഈ നാട്ടിലെ പൗരന്മാർക്ക്? അതെങ്കിലും സംസ്ഥാനത്ത് പറ്റുന്നതാണോ അലക്സ്? തീർച്ചയായിട്ടും
കേരളത്തിലെ അവസ്ഥ വളരെ സ്വന്തം രക്ഷ, സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള അവകാശം, അതായത് പൗരന്റെ മൗലിക ഭീകരത അവകാശമാണ്. വരാൻ പോകുന്നു എന്ന് അതാണ് പറഞ്ഞു തുടങ്ങിയിട്ട് നിഷേധിക്കപ്പെടുന്നത്. 4 വർഷമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അത് ഞാൻ കോടതിയിൽ കേസിട്ടിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് കേസുമായിട്ട് വന്നിട്ടുണ്ട്? ഇന്ന കാര്യങ്ങൾ 1 by 1 ആയിട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുന്ന വ്യക്തിയാണ്. പ്ലാന്റേഷനുകൾ മാറ്റണം, അവിടെ സ്വാഭാവിക വനങ്ങൾ വച്ചുപിടിപ്പിക്കണം എന്നൊക്കെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അലക്സ് ഒഴികെ എന്റെ മിനിമം സംശയം, കർഷകർ എത്ര പേര് ഈ ആവശ്യമായിട്ട് സ്വാഭാവിക വനങ്ങൾ വളർത്തട്ടെ, അവിടെ വന്യജീവികൾ കാട്ടിൽ നിൽക്കട്ടെ എന്ന് താങ്കൾ ശാശ്വത പരിഹാരം ശരിയാണ്, താങ്കൾ പറഞ്ഞ ശാശ്വത പരിഹാരം. അലക്സ്, താൽക്കാലിക പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒരു നാട്ടിലേക്ക് ഇറങ്ങി ഒരു വീട്ടിലോട്ട് ഒരു പുലി ആ മനുഷ്യനെ പിടിക്കാൻ വന്ന അതിനെ വെടിവെച്ച് വന്ന അവനെ തൂക്കി അകത്തിടാത്ത രീതിയിലെങ്കിലും നിയമം മാറ്റാൻ നമ്മുടെ സംസ്ഥാനത്തിന് പറ്റുമോ? ചുരുങ്ങിയ പക്ഷം തീർച്ചയായിട്ടും പറ്റും. സംസ്ഥാനത്തിനുള്ള അധികാരമുണ്ട്. അതായത് സ്വരക്ഷ എന്ന് പറയുന്ന സംഗതി പഴയ CRPC ആണെങ്കിൽ 96 മുതൽ 104 വരെയുള്ള സെക്ഷൻ, BNSS ആണെങ്കിൽ 34 മുതൽ 44 വരെയുള്ള സെക്ഷൻ, സ്വന്തം രക്ഷ, സെൽഫ് ഡിഫൻസ്, പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. അപ്പൊ എന്നെ ഒരാൾ ആക്രമിച്ചാൽ, ഒരു കടുവയോ പുലിയോ മനുഷ്യനെ ആക്രമിച്ചാൽ പോലും എന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് അവരെ കൊല്ലാം. അതിന് കേസെടുക്കണോ വേണ്ടയോ എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ഇടുക്കി ജില്ലയിൽ മാങ്കുളത്ത് ഗോപാലൻ എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവ് ഒരു പുലിയെ കൊന്നിരുന്നു. ഈ പുലിയും കടുവയ്ക്ക് കുറെ ഷെഡ്യൂളാ. ആ പുലിയെ കൊന്ന ഗോപാലനെതിരെ കേസെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വനം മന്ത്രി AK ശശീന്ദ്രനാണ് കഴിഞ്ഞ വർഷം കോഴിക്കോട് വെച്ച് പറഞ്ഞാണ് അങ്ങനെ ഒരു തീരുമാനം. പുലിയെ കൊന്നിട്ട് കേസെടുക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരിന് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അത് ബാക്കിയുള്ളവർക്ക് മുഴുവൻ കൊടുക്കുന്നില്ല? അതാണ് ഞങ്ങൾ പറയുന്നത്. ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിന് കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ വേണം. അതവിടെ നിൽക്കട്ടെ. സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ടല്ലോ. വനത്തിന് വെളിയിൽ ഇറങ്ങുന്ന മൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ നമ്മൾ പ്രതിരോധത്തിന്റെ ഭാഗമായി അതിനെ കൊല്ലുകയോ മറ്റു രീതിയിൽ ഡിഫെൻഡ് ചെയ്യുകയോ ചെയ്താൽ കേസെടുക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ പിണറായി വിജയൻ മതി, LDF സർക്കാർ മതി. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? സെക്ഷൻ BNSS 34 മുതൽ 44 വരെ സജീഷ് നോട്ട് ചെയ്യുക. അതിന് നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സജീഷ് പറയട്ടെ, ഞാൻ അതിന് മറുപടി പറയാം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഏജൻസ് സാർ പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ട് പണ്ടൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു എന്നുള്ള ചോദ്യം ഏജൻസ് സാർ ചോദിക്കുന്നുണ്ട്. കടുവയുടെ കാര്യത്തിൽ നമ്മുടെ ക്യാമറ ട്രാപ്പ് വെച്ചിട്ട് കടുവയുടെ എണ്ണം എടുക്കാൻ തുടങ്ങിയത് 2006-ലാണ്. 2006 കേരളത്തിലുള്ള മൊത്തം കടുവകൾ 44 എണ്ണേ ഉള്ളൂ. 2023 കണക്ക് 213 വയനാട്ടിൽ 80 കടുവകളാണ് വയനാട്ടിലുള്ളത്. എണ്ണം പെരുകി. കേരളത്തിന്റെ വനത്തിന് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിൽ കൂടുതൽ എണ്ണം പെരുകി എന്നുള്ള പ്രശ്നം. അതിന്റെ ദീർഘകാല പരിഹാരം എണ്ണം കുറയ്ക്കുക എന്നുള്ളതാ. അതിന് നിലവിലെ നിയമത്തിൽ വകുപ്പുണ്ട്. ഞാൻ സജീഷ് T സിദ്ദിഖ് അടക്കമുള്ള MLA അറിവിലേക്ക് പറയാണ്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ സെക്ഷൻ 12B എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. സയന്റിഫിക് മാനേജ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ്. അതായത് 2021 അമെന്റ്മെന്റിൽ വന്നതാണ്. അത് പ്രകാരം എണ്ണം കൂടുതലുള്ള മേഖലയിൽ നിന്ന് കടുവയടക്കമുള്ള മൃഗങ്ങളെ സോഴ്സ് ഏരിയയിൽ നിന്ന് എണ്ണം കുറഞ്ഞ ഏരിയയിലേക്ക് മാറ്റാൻ പറ്റും. ഞാൻ സജീഷിനോട് ചോദിക്കുകയാണ്, 80 കടുവ വയനാട്ടിൽ പറ്റില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഈ 80 കടുവ വയനാട്ടിൽ കാട്ടുപന്നികൾ പുറത്തിറങ്ങില്ല. കാട്ടുപന്നികൾ ആകാശത്ത് പൊട്ടി വീണതാണോ ഏഞ്ചൽസ് നായർ? കന്നുകാലികൾ മേയുന്ന നാട്ടിലിറങ്ങി മേയുന്ന ഉള്ള മനുഷ്യന്റെ കൃഷി മൊത്തം നശിപ്പിക്കുന്ന ആൾക്കാരെ തേറ്റ കൊണ്ട് കുത്തിയിറക്കുന്ന കുത്തിക്കീറുന്ന ഈ കാട്ടുപന്നികൾ ആകാശത്ത് പൊട്ടി വീണതാണോ? കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാ? നിങ്ങൾ ഇങ്ങനെ ഒരു മിനിറ്റ് എന്നെ പൂർത്തിയാക്കാൻ നോക്കിക്കോ. ഏഞ്ചൽസ് 80 കടുവകൾ വയനാട്ടിൽ കൂടുതലാണ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിലേക്ക് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന് അദ്ദേഹത്തിന് കൂടി അല്ല നീണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം പറഞ്ഞൊരു വിഷയത്തിൽ അദ്ദേഹത്തിന് കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നത് നല്ലതാണ്. അതായത് അദ്ദേഹം CRPCയുടെ കാര്യം പറഞ്ഞു. ക്രിമിനൽ നടപടിക്രമം CRPC 133 വകുപ്പ് പ്രകാരം അക്രമകാരികളായ വെടിവെക്കാൻ അധികാരം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ അല്ല പറയട്ടെ താങ്കൾ പറയാത്തത് ശരി അങ്ങനെ തർക്കിക്കണ്ട. അല്ല ഞാൻ തെറ്റിദ്ധാരണ വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു. ഞാൻ പറയട്ടെ സുഹൃത്തെ, പറഞ്ഞു തീർന്നിട്ട് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സമ്മതിച്ചു നിങ്ങൾ ചെറിയ കാര്യം. എന്റെ വീട്ടിൽ ഒരു കടുവനെ ആക്രമിക്കാൻ വന്ന ഞാൻ അതിന് എന്തെങ്കിലും ചെയ്ത ഒരു കസേര മണ്ടയടിച്ച് കീറിയ ഒന്നും എനിക്കെതിരെ കേസ് വരില്ല എന്നൊരു ഉറപ്പ് പറയാൻ സർക്കാരിന് പറ്റുമോ? അത്രേ മതി. ഞാൻ പറയട്ടെ ഹാഷ്മി, ഒന്ന് താങ്കൾക്ക് ഉൾപ്പെടെ ചില കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ക്രിമിനൽ നടപടിക്രമം CRPC 133 പ്രകാരം വകുപ്പ് പ്രകാരം അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അധികാരമുണ്ടോ എന്ന് പരിശോധിച്ചതിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ മാത്രമേ ഒരു വന്യജീവിയെ കൊല്ലാൻ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 11-ാം വകുപ്പ് അനുവദിക്കുള്ളൂ എന്നും
CRPC 33 ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും അപ്രകാരം വന്യജീവിക്കെതിരായി നടപടി സ്വീകരിക്കാൻ ഈ വകുപ്പ് ജില്ലാ കളക്ടറെ അനുവദിക്കില്ല എന്നും WPC നമ്പർ 13204/2021 നമ്പർ കേസിലെ, അതായത് 19/2/24 ഉത്തരവിൽ കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസ്തുത നിയമത്തിലെ ഈ വ്യവസ്ഥ മാത്രമല്ല ഇവിടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ഇത്തരം നടപടിക്രമങ്ങൾ വീണ്ടും കർശനമാക്കിക്കൊണ്ട് 30/1/2013 ഉത്തരവ് പ്രകാരം NTCA കേന്ദ്ര ഗവൺമെന്റ് കർശനമായി വീണ്ടും ഈ മേഖലയിൽ നടപ്പിലാക്കാൻ കടുവ കടിക്കാൻ നമുക്ക് വകുപ്പ് പറഞ്ഞു കേൾപ്പിക്കാം. നിൽക്കുന്നത് കാണാതെ കടുവ ചാടി വരുമ്പോൾ നമുക്ക് വകുപ്പ് കാണിക്കാം, അത്രേ ഉള്ളൂ. ഒരു കാര്യം ഇപ്പോഴത്തെ കേന്ദ്ര വകുപ്പില്ല. അല്ല ഇപ്പോഴത്തെ കേന്ദ്ര നിയമപ്രകാരം അത് മാത്രം പോരാ. സജീഷേ, അതല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ചെയ്യുമെന്ന് പറ. കേന്ദ്ര നിയമം അവിടെ നിൽക്കട്ടെ. സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പരിക്ക് വിലയിരുത്തണം, ഓട്ടോമാറ്റിക് കൂട് സ്ഥാപിക്കണം, ക്യാമറ ഷാനവാസ്, ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് രാധയുടെ ഭർത്താവ് അച്ചപ്പൻ താൽക്കാലിക വാച്ചറാണ്. ഭാര്യയെ കൊണ്ട് ഈ പറയുന്ന തോട്ടത്തിനടുത്ത് ഇറക്കി വിട്ടിട്ട് അദ്ദേഹം പോകുന്നു. അദ്ദേഹം പോയപ്പോഴേക്കും അദ്ദേഹം ആരെയോ കടുവ ആക്രമിച്ചു എന്ന് കേൾക്കുന്നു. ഓടിപ്പോയി പാവം പിടിച്ചവൻ യൂണിഫോം ഇട്ട് തിരിച്ചു വന്ന് കാണുന്നത് സ്വന്തം ഭാര്യയുടെ ശരീരമാണ്. അവിടെ ബോധം കെട്ടി വീഴുന്നു. അതല്ലേ ഉണ്ടായത്? അതെ അതെ, അത് ആ സാഹചര്യം നേരിട്ട് കണ്ട ആൾക്കാരാണ് ഞാൻ. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള അടി കേൾക്കുമ്പോൾ നമുക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം ഈ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അദ്ദേഹം താൽക്കാലിക ഫോറസ്റ്റ് വാച്ചറാണ്. അദ്ദേഹം രാവിലെ പണിക്ക് ഭാര്യയെ കൊണ്ടാക്കി ധൃതിപ്പെട്ട് പോവാണ് പുള്ളിക്കാരൻ്റെ പണിക്ക് വേണ്ടിയിട്ട്. അവിടെ നിന്ന് പെട്ടെന്ന് വിളിച്ച് പറയാണ് ഇന്ന ഒരാളിങ്ങനെ ഫോറസ്റ്റിൽ ഒരു ബോഡി കാണുന്നുണ്ട്, കടുവ ആക്രമിച്ചാന്ന് പറയുമ്പോൾ യൂണിഫോം ഇട്ട് തിരിച്ച് അതേ സ്പോട്ടിൽ വരിക. സ്വന്തം ഭാര്യ എന്ന് സ്വപ്നത്തിൽ പോലും അവർ വിചാരിക്കുന്നില്ല. ചിന്തിച്ചു നോക്കണം നിങ്ങൾ. വന്നിട്ട് ലൈവിൽ വന്ന് കാണുമ്പോൾ ഭാര്യയാണെന്നോ ഒരു തിരിച്ചറിയാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിൽ സ്വന്തം ഭാര്യൻ്റെ മൃതദേഹം കാണുമ്പോൾ അയാൾ അവിടെ വീണു പോവുകയാണ്, ഇങ്ങനെ ബോധം കെട്ട് പോവുകയാണ്. ആ ഒരു അവസ്ഥ നേരിട്ട് കണ്ട നാട്ടുകാരായ ഞങ്ങളുടെയൊക്കെ അവസ്ഥ പറയണ്ടല്ലോ. ആ ഡെഡ് ബോഡി കണ്ട് ഒരു മനുഷ്യനും ഇവിടെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിട്ട് പരസ്പരം തല്ലുകൂടില്ല. അവനവൻ്റെ വീട്ടിലെ ഉമ്മക്കോ പെങ്ങൾക്കോ ആണ് ഇത് സംഭവിച്ചതെങ്കിൽ നമുക്ക് ആർക്കും അത് കണ്ടു നിൽക്കാനോ അതിനൊരു ചർച്ചയ്ക്കോ അതിന് വെടിവെക്കണോ അതിനെ നാട് കടത്തണോ എന്നുള്ള ഇത്രത്തോളം നീട്ടി വലിക്കേണ്ട ഒരു ഇതും വരില്ല. കാരണം നമ്മുടെ ഉമ്മക്ക് ഇവിടെ എസ്റ്റേറ്റ് ജീവനക്കാരിയാണ്. പല തവണ എന്നോട് എന്റെ ഉമ്മ പറഞ്ഞു, മോനെ കടുവന്റെ പാട് കാണുന്നുണ്ട് ഇവിടെ. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ആ പാരിസൺസ് എസ്റ്റേറ്റിലാണ് ഉണ്ടാവുക എന്നുള്ളത്. പാരിസൺസ് എസ്റ്റേറ്റ് ഉണ്ട് തൊട്ടടുത്തുള്ള, അവിടെയാണ് ഇത് സംഭവിക്കുക. പലപ്പോഴും പേടിയാണ്. പിന്നെ ജീവിതമാർഗം എന്ന് വെച്ചാൽ വളരെ സാധാരണക്കാരായ ആൾക്കാരാണ് ഇവിടെ ഈ നാട്ടിലുള്ളത്. അവർ കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നു, ഒരു ജീവന് ഗ്യാരണ്ടിയും ഇല്ല. പലതവണ ഈ വിഷയങ്ങൾ കണ്ടിട്ട് പറഞ്ഞതാണ്. DFOയിലൊക്കെ 2 ആഴ്ച മുമ്പ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഈ കുരങ്ങ് മുതൽ കാട്ടിപ്പോന്നത്. ഇപ്പോൾ എൻ്റെ സുഹൃത്തിനെ 1 ആഴ്ച മുമ്പ് പന്നി മെയിൻ റോഡിൽ എത്തി കുത്തിയിട്ട് ഒരാഴ്ച അവൻ അവിടെ റെസ്റ്റിലായിരുന്നു. ആർക്കും ഒരു പ്രശ്നമില്ല. പറയുമ്പോൾ അവർ പറയാ കുരങ്ങ് നമ്മുടെ വീട്ടിലൊക്കെ വന്ന് അലമ്പാക്കി കളിയുള്ള സാധനമൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് വീട് ആകെ അലമ്പാക്കി. അത് പറയും നിങ്ങൾ കുറച്ച് ഉണക്കമീനും ഇട്ട് കൊടുത്താളാ കുരങ്ങിനെ, ഉണക്കമീൻ ഇട്ട് കൊടുത്താൽ. അതൊക്കെയാണ് ഇവരുടെ വർത്താനം. ഫോറസ്റ്റുകാർ പറയുന്നൊരു വർത്താനം അത്. ഇവിടെ നാടിനും ജനങ്ങൾക്കും ജനങ്ങളുടെ സമ്പത്തിനും സംരക്ഷണം നൽകേണ്ട അധികാരികൾ തീരെ മൈൻഡ് ആക്കുന്നില്ല. അവർ വരണമെങ്കിലും നമ്മൾ പറയുന്ന പാവപ്പെട്ടവർക്ക് കേൾക്കണമെങ്കിലും ഇങ്ങനൊരു ഇൻസിഡന്റ് കാണണം. വേർതിരിഞ്ഞ് വികൃതമായി കിടക്കുന്ന രൂപങ്ങൾ കണ്ടിട്ട് അവരെ മുമ്പിൽ വെച്ച് അലയടിക്കുന്ന ഭർത്താവിന് ഭാര്യയൊക്കെ കണ്ടിട്ട് അപ്പോഴാണ് ഇവർ നമ്മൾ പറയുന്നത് കേൾക്കാൻ എന്താകുന്നത് ഇത് താല്പര്യം കാണിക്കുന്നത്. അല്ലാതെ അവർക്ക് യാതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ആര് മരിച്ചാൽ എന്ത്, ആർക്കും ഒരു കുഴപ്പമില്ല എന്ന കണ്ടീഷനാണ്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ലൈൻ കമ്പി പോലും അവിടെ എന്താകില്ല, കറണ്ട് വരുന്നത് ആ സാധനം പോലെ നാശമായിട്ട് അതൊന്നും റെഡിയാക്കാൻ പറഞ്ഞിട്ട് പോലും അവർ തയ്യാറായിട്ടില്ല. 10 മീറ്റർ കാട്, ഫോറസ്റ്റിലോട് ചേർന്നിട്ടുള്ള കാടൊന്നും വീശി തരണം, കാണുന്നില്ല, പിള്ളേർ പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആരും ഒരു ഉൾക്കൊള്ളുന്നില്ല. കാരണം ആരതും അല്ല, ജനങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനാർക്ക് പോയി. കാരണം ഓഫീസർമാർ സേഫാണ്, മന്ത്രിമാർ സേഫാണ്, അവരുടെ ഭാര്യമാർ സേഫാണ്, ആർക്കും അത് ബാധകമെന്നില്ല. ഈ പാവപ്പെട്ട മലയോര മേഖലയിൽ ജീവിക്കുന്ന നമ്മളെ പോലത്തെ പാവങ്ങൾ, നമ്മുടെ ഉമ്മമാർ പെങ്ങന്മാരൊക്കെ ഇതേപോലെ കാണുമ്പോൾ അത് ഞങ്ങൾക്ക് അതിൻ്റെ വേദന ഉണ്ടാവുള്ളൂ. അത് അടുത്തറിയണമെങ്കിൽ മനുഷ്യരുമായിട്ട് അത്രത്തോളം അടുത്തറിഞ്ഞത് നേരിട്ട് കാണണം. അപ്പോഴേ മനസ്സിലെന്തുണ്ടാവുള്ളൂ, ആ ഒരു വിങ്ങലും വിഷമം ഉണ്ടാവുള്ളൂ. നമുക്കിതേ പറയാനുള്ളൂ. ഇവരെന്ത് ഇതിനു വേണ്ടിയിട്ട്
മനസ്സിലാക്കുന്നു. പറഞ്ഞതാക്കി ഷാനവാസ് ആ ഒഴിവായാലും വേദനയ്ക്കൊപ്പം നിൽക്കുകയും നമുക്ക് ചെയ്യുക. ഇവിടെയുള്ള ജനങ്ങൾക്ക് സംരക്ഷണം നൽകിയേ വേദനാപൂർവ്വം ആ വേദനയ്ക്കൊപ്പം നിൽക്കുന്നു ഷാനവാസ്. അല്ല എന്താ ചെയ്യുക? ഇതിപ്പോ കേന്ദ്ര നിയമത്തിന്റെ പ്രശ്നമാണെന്ന് പറയും, കേന്ദ്രം പറയും അതല്ല ഇവിടെ സംസ്ഥാനത്തിന്റെ അല്ല, പ്രശ്നമെന്ന് പറയും. ഒറ്റ മിനിറ്റ്. ഇത് എത്രയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തട്ടിക്കാട്ട് നമ്മൾ കാണുന്നത് ഇന്ന് ഇന്നലെയാണ്. മാവോയിസ്റ്റിന്റെ ഇത് അറിഞ്ഞത് എങ്ങനെയാണ് സാർ ചിന്തിക്കുന്നത്? ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. സതീശന് സമയം കഴിയണം, സമയം കഴിയണം. ഷാനവാസിന്റെ വേദന പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നു. അവിടെ അവര് പോകുന്നത് തണ്ടർ ബോൾട്ട് പോകുന്നത്. അഷ്മി ഒരു കാര്യം ഞാൻ നേരത്തെ അഷ്മിയോട് സമയം എന്തായാലും നല്ലൊരു തീരുമാനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ. ആഷ്മി ഒരു കാര്യം ഇനി ആഷ്മി ഒരു കാര്യം ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ഒന്ന് ഒറ്റ കാര്യം, ഞാൻ അധികം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നില്ല. ഇല്ല ഇല്ല സമയം ഇല്ല ക്ഷമിക്കണം, സമയം കഴിഞ്ഞു. അല്ല കാര്യങ്ങൾ പറഞ്ഞു വെച്ച് പോയിട്ടുണ്ട്. ഇല്ല സിദ്ദിഖ് ചില കാര്യങ്ങൾ സമയം ഇല്ല 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 സമയം എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. ഇല്ല ക്ഷമിക്കണം, രണ്ടുപേരും വരാൻ സമയമില്ല. രണ്ടുപേരെ കേൾക്കാൻ സമയം ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം, രണ്ടുപേരെ കേൾക്കാൻ സമയം ക്ഷമിക്കണം. എന്നോട് സമയം കഴിഞ്ഞുകൊണ്ടാണ്. എന്തായാലും ഷാനവാസ് പറഞ്ഞതാണ് ഈ ചർച്ചയുടെ ആകെ തുക. നമ്മൾ ഇനിയും ആ വേദന കാണാതിരിക്കട്ടെ എന്ന് മാത്രം ഈ രാത്രി ആഗ്രഹിച്ചുകൊണ്ട് എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.